ഓർക്കിഡിനെ വിഴുകാനെടുത്ത ഭൂതം പെട്ടെന്ന് ദൂരേക്ക് തെറിച്ചു വീഴുന്നു. കണ്ണൂർന്ന് നോക്കിയ ഓർക്കിഡിന് മുന്നിൽ നിൽക്കുന്ന മൂൺ സുപ്രീമിനെ കണ്ട് അമ്പരക്കുന്നു. നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? നിന്നോട് വീട്ടിലിരിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? നിന്നെ ആരെങ്കിലും കണ്ടാൽ പിടിച്ചുകൊണ്ട് പോവല്ലേ എന്നൊക്കെ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നു. അവൻ പക്ഷെ അതിനൊന്നും മറുപടി പറയാതെ കയ്യിൽ മുറിവേൽപ്പിച്ചത് ഇവനാണല്ലേ എന്ന് ചോദിച്ച് ഭൂതത്തെ ആക്രമിക്കാനായി തൻ്റെ വാളുമെടുത്ത് മുന്നോട്ട് ചെല്ലുന്നു. ഓർക്കിഡ് പക്ഷേ അതിനൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് വാൾ വാങ്ങി ദൂരെ എറിഞ്ഞ് ഭൂതത്തിൻ്റെ അടുത്ത് ചെന്നിരിക്കുന്നു. നിനക്ക് മുറിവേറ്റത് ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞ് ശക്തി ഉപയോഗിച്ച് അതിൻ്റെ മുറിവുണക്കാൻ തുടങ്ങുന്നു. അവൾ ശക്തി പ്രയോഗിക്കാൻ തുടങ്ങിയ ശേഷം അതിൻ്റെ ദേഹത്ത് കൂടിയിരുന്ന ഈവിൾ സ്പിരിറ്റ് മാറിപ്പോകുന്നുണ്ട്. അതോടെ പഴയ രൂപത്തിലേക്ക് ആകുന്നു. ഓർക്കിഡ് അതിനെ ഒരു ഡെമോൺ പില്ലിലേക്ക് ആവാഹിക്കുന്നുണ്ട്. തന്നെ ഉപദ്രവിക്കാൻ നോക്കിയതിനെ പോലും ഓർക്കിഡ് സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്നത് കുറച്ച് അത്ഭുതത്തോടെയാണ് അവൻ നോക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ദിയൈ കുറച്ച് ദൂരെ നിന്ന് അവരെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും മൂൺ സുപ്രീം അവൾക്ക് നേരെ ഒരു തീ എറിയുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച അവളുടെ പുറത്ത് അത് കൊള്ളുന്നുണ്ട്. നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയ ഇവനെ നീ എന്തിനാണ് സഹായിച്ചത് എന്ന് അവൻ അവളോട് ചോദിച്ചപ്പോൾ, എല്ലാവരും അങ്ങനെയല്ലേ, സ്നേഹവും സഹതാപവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്? അതൊന്നും ഇല്ലാത്തവർ അംഗവൈകല്യം വന്നവരെ പോലെയാണ് എന്നവൾ പറയുന്നു. വികാരങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. നിനക്ക് സഹതാപം തോന്നിയത് കൊണ്ടാണല്ലോ നീ നിന്റെ സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിച്ചതും ജീവൻ പോലും അപകടത്തിലാക്കി മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിച്ചതും എന്നൊക്കെ പറഞ്ഞ് അവൻ തർക്കിക്കുന്നു. നീ പറയുന്നത് പോലെ മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും ഇടപെടാതിരിക്കുന്നവർ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥന്മാരാണ്. അത് ഒരിക്കലും നല്ലതല്ല എന്നൊക്കെ ഓർക്കിഡ് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ഷെങ്ഹാങ് അവളെ വിളിച്ചുകൊണ്ട് അവിടേക്ക് വരുന്ന ശബ്ദം കേട്ട് അവനോട് അവിടെ നിന്ന് പോകാൻ അവൾ ആവശ്യപ്പെട്ടെങ്കിലും ഞാൻ പോയിട്ട് നിനക്ക് എന്തിനാണെന്ന് ചോദിച്ച് അവൻ തർക്കിച്ചു നിന്നല്ലാതെ പോകുന്നില്ല. ഷെങ്ഹാങ് തൊട്ടടുത്ത് എത്താറായപ്പോഴാണ് അവൻ പോയത്. ഓർക്കിഡിനെ കണ്ടതും ഷെങ്ഹാങ് ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ച് നിനക്ക് ആപത്തൊന്നും പറ്റിയില്ലല്ലോ അല്ലേ എന്ന് വെപ്രാളത്തോടെ ചോദിക്കുന്നുണ്ട്. അവൻ്റെ പെരുമാറ്റം ഓർക്കിഡിനെ അത്ഭുതപ്പെടുത്തുന്നു. അപ്പോഴേക്കും മറ്റുള്ളവർ പുറകെത്തുന്നതിനാൽ അവൻ പിടിവിട്ട് മാറി നിൽക്കുന്നു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ച് ഡാലിയൻ്റെ അച്ഛൻ അവളെ ചോദ്യം ചെയ്തു. മൂൺ സുപ്രീം സഹായിച്ചത് അവരെ അറിയിക്കാത്ത രീതിയിലാണ് ഓർക്കിഡ് മറുപടി പറയുന്നത്. അവർ പറയുന്നത് കള്ളമാണെന്ന് അദ്ദേഹത്തിന് സംശയം തോന്നുന്നുണ്ട്. വീണ്ടും വീണ്ടും ചോദ്യം ചെയ്ത് കണ്ടപ്പോൾ അവൾ ഇപ്പോഴും ഷോക്കിൽ ആയതുകൊണ്ടാണ് വ്യക്തമായ മറുപടി പറയാൻ കഴിയാത്തത് എന്ന് ഷെങ്ഹാങ് പറയുന്നു. അവൻ ഓർക്കിഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ അവളെ തന്നെയാണ് അവൻ ഇഷ്ടപ്പെടുന്നതെന്ന് റോങ്ങിന് ഏകദേശം ഉറപ്പാവുന്നതിനാൽ അവൻ ഇടപെട്ട് തൽക്കാലം ചോദ്യം ചെയ്യൽ അവസാനിപ്പിക്കുന്നു. അതിനുശേഷമാണ് കുറച്ച് പുറകിലേക്ക് കിടന്ന ഈവിൾ സ്പിരിറ്റിനെ അവർ കണ്ടത്. തീരെ പ്രതീക്ഷിക്കാതെ അവിടെ ഉണ്ടായ അപകടകരമായ സാഹചര്യത്തിന് പിന്നിൽ ഈവിൾ സ്പിരിറ്റ് ആണ് എന്നവർക്ക് മനസ്സിലാകുന്നു. പക്ഷേ ദേവന്മാർ ഒരിക്കലും അങ്ങനെ ഒരു സ്പിരിറ്റിനെ ഉപയോഗിക്കാൻ സാധ്യതയില്ല. മൂൺ ട്രൈബിലുള്ളവരോ ദുരാത്മാക്കളോ ഒക്കെയാണ് ഈവിൾ സ്പിരിറ്റിനെ ഉപയോഗിക്കുന്നത്. ഹാവോദിയൻ ടവറിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ ആരെങ്കിലും ഇനിയും പിടിതരാതെ പുറത്തുണ്ടാകുമോ? ഈവിൾ സ്പിരിറ്റിനെ ഉപയോഗിച്ചത് അവനായിരിക്കുമോ എന്നൊക്കെ അവർ പരസ്പരം സംശയം പ്രകടിപ്പിക്കുന്ന ഓർക്കിഡ് കേൾക്കുന്നു. ഡാലിയൻ്റെ അച്ഛൻ ഈവിൾ സ്പിരിറ്റിനെ ഒരു കുപ്പിയിലേക്ക് ആവാഹിക്കുന്നു. ആ സമയത്ത് റോങ് ഓർക്കിഡിനെ ചെന്ന് പരിചയപ്പെടുന്നു. അവൻ അർത്ഥം വെച്ച് ഷെങ്ഹാങ്ങിനെ നോക്കുന്നുമുണ്ട്. തിരികെ ദേവലോകത്തെത്തിയ ശേഷം ഈവിൾ സ്പിരിറ്റ് എങ്ങനെ അവിടെ എത്തിയെന്നതിനെ കുറിച്ച് അവർ ഒരു ചർച്ച നടത്തുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി അപ്രത്യക്ഷമായിരുന്ന ഈവിൾ സ്പിരിറ്റ് ഇപ്പോൾ ആരായിരിക്കും വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടാവുക എന്നൊക്കെ ഷെങ്ഹാങ് സംശയം പ്രകടിപ്പിച്ചപ്പോൾ ഇതിവിടെ എത്തിച്ചത് ആരായാലും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി സ്പിരിറ്റ് ഗേറ്റ് ലോക്ക് ചെയ്യാൻ ദേവന്മാരെ അറിയിച്ചിട്ടുണ്ടെന്ന് ഡാലിയന്റെ അച്ഛൻ അറിയിക്കുന്നു. എന്ത് പണിയാണ് കാണിച്ചത്? ഞാൻ വൈൻ വാങ്ങിക്കാൻ ഒരാളെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അയാൾ എങ്ങനെ അകത്തേക്ക് കയറും എന്ന് റോങ് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, മറ്റെല്ലാം മാറ്റിവെക്കാവുന്നേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. സ്പിരിറ്റ് ഗേറ്റ് ലോക്ക് ചെയ്തത് കാരണം രക്ഷപ്പെടാൻ കഴിയാതെ ഒരിടത്ത് ഒളിച്ചു നിൽക്കായിരുന്ന ദിയയെ ആരോ പുറകിൽ കൂടി വന്ന് പിടിക്കുന്നുണ്ട്. ആർബിറ്റർ ഹാളിൽ മടങ്ങിയെത്തിയ ഓർക്കിഡിന് അന്നൊരു ലെറ്റർ വരുന്നു. മാസ്റ്റർ അയച്ചതായിരിക്കും എന്ന് കരുതിയാണ് ഓർക്കിഡ് തുറന്നു നോക്കിയത്. പക്ഷെ അന്ന് നടന്ന മത്സരത്തിൽ അവൾക്ക് 1ാം സ്ഥാനം ലഭിച്ചു എന്ന അറിയിപ്പായിരുന്നു അത്. എനിക്ക് ഫൗണ്ടൻ പാലസിൽ ജോലിക്ക് കയറാമല്ലോ എന്ന് പറഞ്ഞ് അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ട്. പക്ഷേ ആ സന്തോഷത്തിനിടയിലും ദേവന്മാർ സംശയിച്ചതുപോലെ ഇന്നുള്ള സംഭവത്തിന് പിന്നിൽ മൂൺ സുപ്രീം ആയിരിക്കുമെന്ന സംശയം അവൾക്കുണ്ടാകുന്നുണ്ട്. ദിയയെ ദേവന്മാരുടെ കണ്ണിൽപ്പെടാതെ ദേവലോകത്ത് നിന്ന് തിരികെ ഹൈഷി സിറ്റിയിൽ എത്തിച്ചത് റോങ് ആണ്. അവൻ തന്നെയാണ് മുഖം മൂടി ധരിച്ച ലോഡ്. ഒരു ചെറിയ ദേവതയെ കൊല്ലാൻ പോലുമുള്ള കഴിവ് നിനക്കില്ലേ? നീ ഈവിൾ സ്പിരിറ്റിനെ അവിടെ ഉപേക്ഷിച്ചു വന്നത് കാരണം അവർ അതിനെ കണ്ടിരിക്കുകയാണ്. നിന്നെ ഞാൻ നേരത്തെ തന്നെ കൊല്ലേണ്ടതായിരുന്നു എന്നൊക്കെ അവൻ അവളോട് പറയുന്നു. അപ്പോഴാണ് അവളുടെ പുറത്തെ പൊള്ളലേറ്റ അടയാളം അവൻ കണ്ടത്. അത് ഹെൽഫെയർ ആണ് എന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. ഈ സമയം ഓർക്കിഡിനെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് അത് ശരിയായി ചെയ്യാതിരുന്നതിനെ മൂൺ സുപ്രീം ഷെങ്ഷയെ വഴക്ക് പറയുകയായിരുന്നു. ഇനി മുതൽ ഞാൻ അടുത്തില്ലാത്ത സമയം മുഴുവൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാകണം. അവൾക്കൊരാപത്ത് സംഭവിക്കാൻ പാടില്ല എന്നവൻ ഷെങ്ഷയ്ക്ക് കർശന നിർദ്ദേശം നൽകുന്നു. ഹൈഷി സിറ്റിയിൽ വെച്ച് അനുഭവപ്പെട്ട ഈവിൾ സ്പിരിറ്റിന്റെ സാന്നിധ്യം ഇന്നും മത്സരസ്ഥലത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ആപത്ത് സംഭവിച്ചത്. ഓർക്കിഡ് ചിടി ദേവതയുടെ ഡെസ്റ്റിനി ബുക്ക് എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് അവൾക്ക് പുറകെ ആയിരിക്കണം അവർ എന്നവൻ സംശയം പ്രകടിപ്പിക്കുന്നു. ഹൈഷി സിറ്റിയെക്കുറിച്ച് അറിയാവുന്ന വിവരങ്ങൾ പറയാനും അവൻ ഷെങ്ഷയോട് പറയുന്നു. 30,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന യുദ്ധത്തിന് ശേഷമാണ് ഹൈഷി സിറ്റി രൂപം കൊണ്ടതെന്നും അതിൻ്റെ ലോഡിൻ്റെ മുഖം ഇന്നുവരെ ആരും കണ്ടിട്ടില്ല എന്നും മാത്രമേ അവൻ അറിയാമായിരുന്നുള്ളൂ. അപ്പോൾ ചിടി ദേവതയുടെ മരണശേഷം തന്നെ ആയിരിക്കണം സിറ്റി രൂപീകരിച്ചത്. സിറ്റിയുടെ ലോഡായിരിക്കുമോ ചിടി ദേവതയുടെ സ്പിരിറ്റിന്റെ സൂക്ഷിപ്പുകാരൻ എന്നും അവൻ സംശയിക്കുന്നു.
ആ സമയത്താണ് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഓർക്കിഡ് അവിടേക്ക് കയറി വന്നത്. ദേവന്മാർ സംശയം പ്രകടിപ്പിച്ചത് വെച്ച് ഈവിൾ സ്പിരിറ്റിനെ ഇന്ന് അവിടെ എത്തിച്ചത് അവനാണ് എന്നുള്ള രീതിയിൽ അവൾ സംസാരിക്കുന്നു. ഞാനല്ല, എനിക്ക് ആരെങ്കിലും കൊല്ലണമെന്നുണ്ടെങ്കിൽ ഇത്ര ചീപ്പ് മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ അവൻ പറഞ്ഞെങ്കിലും അവളത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. നമുക്കിപ്പോൾ തന്നെ ഷെങ്ഹാങ്ങിന്റെ മുന്നിൽ പോയി കുറ്റമേറ്റി പറഞ്ഞ് കീഴടങ്ങാം എന്ന് പറഞ്ഞ് അവൾ അവനെ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്നു. ആ സമയത്ത് അവളുടെ ശാപം ആക്റ്റീവാകുന്നതിനാൽ അവൾ പറയുന്നത് പോലെ അവൻ അനുസരിക്കേണ്ടി വരുന്നു. അവൾ പറയുന്നത് കേട്ട് അവൻ അവളുടെ പുറകെ കീഴടങ്ങാൻ അനുസരണയോടെ പോകുന്നത് കണ്ട് അദൃശ്യനെ നിൽപ്പുണ്ടായിരുന്ന ഷെങ്ഷെ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ മനസ്സോടെ പോകുന്നതല്ല, എൻ്റെ ശരീരം അവളുടെ കൂടെ പോകുന്നതാണെന്ന് അവൻ പറയുന്നു. എന്തിനാണിന്ന് മത്സരസ്ഥലത്ത് എന്ന് ഓർക്കിഡിനോട് തുറന്നു പറഞ്ഞാൽ അവൾ ഇതിൽ നിന്ന് പിന്മാറുമെന്ന് ഷെങ്ഷെ പറഞ്ഞെങ്കിലും മൂൺ സുപ്രീമിൻ്റെ അഭിമാനം അതിന് അനുവദിക്കുന്നില്ല. ഷെങ്ഷെ കുറെ പറഞ്ഞതിന് ശേഷമാണ് അവൻ അതിന് തയ്യാറായത്. അവസാനം നിന്നെ മത്സരത്തിൽ വിജയിക്കാൻ സഹായിക്കാനാണ് ഞാൻ അവിടെ എത്തിയത് എന്നവൻ തുറന്നു പറയുന്നു. ആദ്യം ആരാണ് കാട്ടിൽ കയറുന്നതെന്ന് ചോദിച്ചപ്പോൾ അവളെ ഉന്തിതള്ളി മുന്നിലേക്ക് വിട്ടതും ഡാലിയാനി സംഘവും ആക്രമിക്കാൻ നേരം അവരെ തിരിച്ചാക്രമിക്കാൻ സഹായിച്ചതുമല്ല താനാണ് എന്നവൻ തുറന്നു പറയുന്നു. നിനക്കൊരു ആപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. നിന്റെ ജീവൻ എൻ്റെ ജീവൻ പോലെ തന്നെ വിലപിടിപ്പുള്ളതാണ്. നീ മരിച്ചാൽ ഞാനും മരിക്കും. നിന്നെ ഉപദ്രവിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കുകയില്ല എന്നൊക്കെ അവൻ പറയുന്നു. തന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് ഓർക്കിഡ് ഇപ്പോഴും വിചാരിക്കുന്നത്. തെറ്റിദ്ധരിച്ചതിന് അവൾ അവനോട് ക്ഷമ ചോദിക്കുന്നു. മാത്രമല്ല ദേവന്മാരുടെ മുന്നിൽ ചെന്ന് പെടരുത്, അവർ നിന്നെ തിരികെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. കുറെ കഴിഞ്ഞപ്പോഴും ഓർക്കിഡ് വിഷമിച്ചിരിക്കുന്ന കണ്ട് ഞാൻ സത്യം തുറന്നു പറഞ്ഞിട്ടും നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. എൻ്റെ ശക്തി ശരിക്കും കൂടിയെന്ന് വിചാരിച്ച് ഞാൻ വളരെയധികം സന്തോഷിച്ചതായിരുന്നു. അതെല്ലാം വെറുതെ ആയിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഒരു വിഷമം. നാളെ തന്നെ ദേവന്മാരുടെ അടുത്തെത്തി എൻ്റെ റിസൾട്ട് ക്യാൻസൽ ചെയ്യാൻ ഞാൻ പറയുന്നുണ്ട്. എനിക്കതിനുള്ള അർഹതയില്ല എന്നവൾ പറയുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അവൻ ചോദിച്ചപ്പോൾ എനിക്ക് ശക്തി കുറവാണെങ്കിലും ഞാൻ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. ചീറ്റ് ചെയ്യുന്നത് ശരിയല്ല. എനിക്ക് അർഹതയില്ലാത്തത് എനിക്ക് വേണ്ട എന്നവൾ പറയുന്നു. പക്ഷെ നീ എന്നെ സഹായിച്ച കാര്യം ഞാൻ അവരോട് പറഞ്ഞാലാകെ പ്രശ്നമായല്ലോ. അവർ നിന്നെ തിരികെ പിടിച്ചുകൊണ്ട് പോയാലോ എന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ തിരികെ പോകാനല്ലേ നീ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നവൻ ചോദിച്ചപ്പോൾ മുമ്പ് അങ്ങനെ ആഗ്രഹിച്ചെങ്കിലും ഇപ്പോൾ എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമില്ല. നിന്നോട് പറഞ്ഞാലും നിനക്ക് മനസ്സിലാകില്ല. എന്തായാലും ഇനി മുതൽ നീ എന്നോട് ഇത്ര നല്ല രീതിയിൽ പെരുമാറരുത് എന്ന് പറഞ്ഞിട്ട് അവൾ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നു. അതെന്താണ് അങ്ങനെ പറഞ്ഞത് എന്നവൻ ചോദിച്ചപ്പോൾ മാസ്റ്റർ പോയ ശേഷം വർഷങ്ങളായി ഞാൻ തനിച്ചുള്ള ജീവിതവുമായി പൊരുത്തപ്പെട്ടതായിരുന്നു. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഞാനിപ്പോൾ ഇതുമായി അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞു. ഇനി പെട്ടെന്നൊരു ദിവസം നീ തിരികെ പോയാൽ എനിക്കതുമായി പൊരുത്തപ്പെടാൻ കഴിയണമെന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ എഴുന്നേറ്റ് പോകുന്നു. പക്ഷെ അവൾ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് അവന് മനസ്സിലാക്കുന്നില്ല. ഇതിനിടയിൽ റോങ് ഒരു വേലക്കാരിക്ക് ചിടി ദേവതയുടെ രൂപം നൽകിയ ശേഷം മാസ്റ്റർ ഒരിക്കലും നിന്നെപ്പോലെ പെരുമാറുകയില്ല എന്ന് പറഞ്ഞ് അവളെ കൊല്ലുന്നുണ്ട്. മൂൺ സുപ്രീം അന്ന് ഓർക്കിഡ് ഉറങ്ങിക്കിടന്നപ്പോൾ അവളുടെ അരികിൽ ചെന്ന് അവൾ അന്ന് പറഞ്ഞതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. അവൾക്ക് അനുഭവപ്പെടുന്ന പോലെയുള്ള ഫീലിങ്സ് ഒന്നും അവൻ അനുഭവപ്പെടാത്തതിന്റെ കാരണം അവന്റെ ഇമോഷണൽ വേര് ചെറുപ്പത്തിൽ തന്നെ അവന്റെ അച്ഛൻ നശിപ്പിച്ചിരുന്നു. ഫീലിങ്സ് ഉണ്ടായിരിക്കുന്നത് ഭാവിയിൽ അവൻ നേടിയെടുക്കാനുള്ള വിജയങ്ങൾക്ക് ഒരു തടസ്സമാകും എന്ന് പറഞ്ഞാണ് അദ്ദേഹം അതെല്ലാം നീക്കം ചെയ്തത്. അതുകൊണ്ടായിരിക്കണം അവൾ പറയുന്നതൊന്നും തനിക്ക് മനസ്സിലാവാത്തത് എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. ഓർക്കിഡ് അടുത്ത ദിവസം രാവിലെ തന്നെ റിസൾട്ട് ക്യാൻസൽ ചെയ്യാൻ പറയാൻ പോകാനായി ഒരുങ്ങുന്നു. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ എന്ന് ചോദിച്ച് അവൻ തടസ്സം പിടിക്കാൻ നിന്നപ്പോൾ എനിക്ക് ആലോചിക്കാനൊന്നുമില്ല, എനിക്ക് അർഹതയില്ലാത്തത് എനിക്ക് വേണ്ട എന്നവൾ തീർത്ത് പറയുന്നു. ആ സമയത്താണ് ഒരു ഫയർഫ്ലൈ അവിടെ പൂക്കളിൽ വന്നിരിക്കുന്നത് അവൾ കണ്ടത്. മാജിക്കൽ ഫയർഫ്ലൈ സ്റ്റോണിലെ ഫയർഫ്ലൈ ആണതെന്ന് മനസ്സിലാകുന്നതിനാൽ ഓർക്കിഡ് വേഗം അതിൻ്റെ അടുത്ത് നിന്ന് നയത്തിൽ അതിനെ സ്റ്റോണിനുള്ളിലേക്ക് ആവാഹിക്കുന്നു. ഫയർഫ്ലൈ അതിനുള്ളിലായി കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് ഇത് ഷങ്ഹായിക്ക് തിരികെ നൽകാം എന്നവൾ പറയുന്നുണ്ട്. ദിയയുടെ ശരീരത്തിൽ കണ്ട അടയാളം ഹെൽഫെയർ ആണ് എന്ന് മനസ്സിലായ റോങ്ങിന് ഹെൽഫെയർ ഉപയോഗിക്കാൻ 3 ലോകങ്ങളിൽ വെച്ച് കഴിവുള്ള ഒരേ ഒരാളായ മൂൺ സുപ്രീം രക്ഷപ്പെട്ട് കാണുമോ എന്ന് സംശയം തോന്നിനാൽ ആരും അറിയാതെ ഹാവോദിയൻ ടവറിനുള്ളിൽ കടന്നൊരു പരിശോധന നടത്തുന്നു. ആരുടെയും കണ്ണിൽപ്പെടാതിരിക്കാൻ ദിയയെ ഒരു പൂമ്പാറ്റയുടെ രൂപത്തിൽ അവൻ കൂടെ കൊണ്ടുവരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവളെ ശരിയായ രൂപത്തിലേക്ക് ആക്കുന്നുണ്ട്. സംശയിച്ചതുപോലെ തന്നെ മൂൺ സുപ്രീം രക്ഷപ്പെട്ടിരിക്കുന്നു എന്നവന് മനസ്സിലാക്കുന്നു. 30,000 വർഷങ്ങൾക്ക് മുമ്പ് മൂൺ സുപ്രീം കൊല്ലപ്പെട്ടതല്ലേ എന്ന് ദിയയെ സംശയം ചോദിച്ചപ്പോൾ അവനെ കൊല്ലാൻ ആർക്കും കഴിയില്ല. 3 ലോകങ്ങളെയും അടക്കി നിർത്താൻ വേണ്ടി ചക്രവർത്തി അങ്ങനെ പറഞ്ഞുണ്ടാക്കിയതാണ്. എല്ലാ ദേവന്മാരുടെയും ശക്തി ഉപയോഗിച്ച് അവന്റെ പ്രൈമോഡിയൽ വിത്തിനെ പല ഭാഗങ്ങളാക്കാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. ഇപ്പോൾ അതങ്ങനെ വീണ്ടും ഒരുമിച്ച് കൂടിയിട്ടുണ്ടാകണം എന്നവൻ പറയുന്നു. കൂടുതൽ ചിന്തിച്ചപ്പോൾ ഹാവോദിയൻ ടവറിലെ സീൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ ഒരു ദേവത ടവറിനുള്ളിലേക്ക് വീണ കാര്യം ഷെങ്ഹാൻ പറഞ്ഞത് അവൻ ഓർക്കുന്നു. ആ ദേവതയായിരിക്കും മൂൺ സുപ്രീമിന്റെ സ്പിരിറ്റിനെ ഒന്നിച്ചാക്കാൻ സഹായിച്ചത് എന്നവൻ സംശയിക്കുന്നു. 3 ലോകങ്ങളിലേക്കും വെച്ച് സീഷ്യൻ ദേവതയ്ക്കല്ലാതെ മറ്റാർക്കും അതിനുള്ള കഴിവില്ലല്ലോ എന്ന് ദിയയെ അപ്പോൾ ചോദിക്കുന്നുണ്ട്. ഈവിൾ സ്പിരിറ്റിനെ അടക്കാനുള്ള കഴിവും സീഷ്യൻ ദേവതയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നവൻ അപ്പോഴാണ് ഓർക്കുന്നത്. അന്ന് മത്സരത്തിനിടയിൽ ഭൂതത്തിന്റെ ശരീരത്തിലെ ഈവിൾ സ്പിരിറ്റിനെ ആരാണ് അടക്കിയത് എന്നുള്ളത് എല്ലാം വിശദമായി പറയാൻ അവൻ ദിയയോട് ആവശ്യപ്പെടുന്നു. റിസൾട്ട് ക്യാൻസൽ ചെയ്യാനെത്തി ഓർക്കിഡ് അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഡാലിയാനും ഫ്രണ്ട്സും അവിടേക്ക് വരുന്നുണ്ട്. അവൾ റിസൾട്ട് ക്യാൻസൽ ചെയ്യാൻ വന്നതാണെന്ന് അറിഞ്ഞപ്പോൾ അവർ എതിർക്കുന്നു. ഞങ്ങളുടെ എല്ലാം ജീവൻ രക്ഷിച്ചിട്ട് നീ അത് ക്യാൻസൽ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്ന് ഡാലിയൻ പറയുന്നു. ജീവൻ രക്ഷിച്ചതിന് എല്ലാവരും അവളോട് നന്ദി പറയുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് വന്ന യൂലിൻ പക്ഷേ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഓർക്കിഡ് മത്സരത്തിൽ 1ാം സ്ഥാനത്ത് എത്തിയതെന്ന് പറഞ്ഞ് അവളെ ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. ഡാലിൻ അത് കേട്ടപ്പോൾ ദേഷ്യം വരുന്നതിനാൽ യൂലിനെ ആക്രമിക്കാൻ കഴിയുമെങ്കിലും ഞാനിപ്പോൾ ഫൗണ്ടൻ പാലസിലെ അംഗമായി കഴിഞ്ഞു.
എന്നെ എതിർക്കുന്നത് ഷങ്ഹാങ്ങിനെ എതിർക്കുന്നത് തുല്യമാണെന്ന് അവൾ പറഞ്ഞപ്പോൾ ഡാലിയൻ അടങ്ങുന്നു. യൂലിൻ പോയ ശേഷം ഡാലിയൻ ഓർക്കിഡിനോട് തനിച്ച് സംസാരിക്കുന്നുണ്ട്. മുമ്പ് അവളോട് വെറുപ്പുണ്ടായിരുന്നെങ്കിലും ജീവൻ രക്ഷിച്ച ശേഷവും അങ്ങനെ കാണാൻ മാത്രം ദുഷ്ടയല്ല ഞാൻ എന്ന് ഡാലിയൻ അവളോട് പറയുന്നു. അവളുടെ ദേഷ്യം മാറിയതിൽ ഓർക്കിഡിന് സന്തോഷമാകുന്നുണ്ട്. എന്നാലും എനിക്ക് പൂർണ്ണമായും നിന്നോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് പോയത്. അത് കഴിഞ്ഞപ്പോൾ ഷെങ്ഹാങ് അവിടെ എത്തുന്നുണ്ട്. അവൾ റിസൾട്ട് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ ശക്തമായി എതിർക്കുന്നു. നീ വളരെ നന്നായി തന്നെയാണ് പെർഫോം ചെയ്തത്. മത്സരത്തിന് വിധി നിർണ്ണയിക്കുന്നത് ഞാനാണ്. നിന്റെ ധൈര്യവും കാരുണ്യവും സ്നേഹവും ഒക്കെ ഇന്നലെ എല്ലാവരും നേരിട്ട് കണ്ടതാണ്. നീ തന്നെയാണ് ഒന്നാം സ്ഥാനത്തിന് അർഹയായിട്ടുള്ളത് എന്നവൻ പറയുന്നു. അവൻ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ പിന്നെ ഓർക്കിഡ് എതിർപ്പൊന്നും പറയാതെ അംഗീകരിക്കുന്നുണ്ട്. അവന് തിരികെ നൽകാൻ അവൾ കൊണ്ടുവന്നിരുന്ന ഫയർഫ്ലൈ സ്റ്റോൺ അവൾ തിരികെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവനത് വാങ്ങിയെങ്കിലും അവൻ്റെ കയ്യിൽ ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ അതിനുള്ള ഫയർഫ്ലൈ റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നു. അവനത് തിരികെ അവളെ തന്നെ ഏൽപ്പിച്ചിട്ട് നീ ഇത് കഴിക്കാൻ ഭക്ഷണം നൽകിയത് കൊണ്ട് ഇത് നിന്നെ അതിന്റെ മാസ്റ്ററായി അംഗീകരിച്ചിരിക്കുകയാണ്. നീ മറ്റാർക്കൊപ്പവും ഇത് പോകില്ല. അതുകൊണ്ട് നീ തന്നെ ഇത് സൂക്ഷിച്ചോളാൻ പറയുന്നു. ഓർക്കിഡ് അത് തിരികെ വാങ്ങുന്നുണ്ട്. അവർ തമ്മിൽ സംസാരിക്കുന്നത് സ്റ്റോൺ നൽകുന്നതുമെല്ലാം യൂലിൻ കുറച്ച് ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഓർക്കിഡ് മടങ്ങിപ്പോകുന്ന വഴി യൂലിൻ ഓർക്കിഡ് അറിയാതെ അത് അവളുടെ ബാഗിൽ നിന്ന് തട്ടിയെടുക്കുന്നുണ്ട്. യൂലിന്റെ കയ്യിലെത്തിയപ്പോൾ ഫയർഫ്ലൈ റിയാക്ട് ചെയ്തെങ്കിലും അവൾ തപ്പി പിടിച്ചു കൊണ്ടുപോകുന്നു. ഓർക്കിഡ് പോകുന്ന വഴിയിൽ അവളെ കാണാൻ റോങ്ങും എത്തുന്നുണ്ട്. അവൾ സീഷൻ ദേവത തന്നെയാണെന്ന് അറിയാനാണ് അവന്റെ ലക്ഷ്യം. അതിനായി ഈവിൾ സ്പിരിറ്റ് ആവാഹിച്ച് നശിപ്പിച്ച ഒരു ചെടി അവനവളെ കാണിച്ചിട്ട് ഇതെങ്ങനെയോ നശിച്ചുപോയി, ഇതിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കാമോ? പ്ലാൻ സ്പിരിറ്റിന് അതിനുള്ള കഴിവുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നവളോട് പറയുന്നു. എന്റെ ശക്തി വളരെ ദുർബലമാണ്, എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഓർക്കിഡ് അത് കയ്യിൽ വാങ്ങി ശക്തി പ്രയോഗിക്കുന്നു. റോങ്ങിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ചെടി തിരികെ ജീവിതത്തിലേക്ക് വരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഓർക്കിഡ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾ തന്നെയാണ് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സീഷൻ ദേവത എന്ന് അവൻ ഉറപ്പാക്കുന്നു. അവൻ ചിടി ദേവതയുടെ പ്രൈമോഡിയൽ സ്പിരിറ്റ് സൂക്ഷിച്ചിരിക്കുന്നിടത്തെത്തി 30,000 വർഷങ്ങളായി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. 3 ലോകങ്ങളും കീഴ്മേൽ മറിക്കേണ്ടി വന്നാലും സർവ്വതും നശിപ്പിക്കേണ്ടി വന്നാലും മാസ്റ്ററെ ഞാൻ തിരികെ കൊണ്ടുവരുമെന്ന് അവൻ പറയുന്നു. റിസൾട്ട് ക്യാൻസൽ ചെയ്യാൻ പോയ ഓർക്കിഡ് ആർബിറ്റർ ഹാളിൽ മടങ്ങിയെത്തിയത് വളരെയധികം സന്തോഷത്തോടെയാണ്. എത്തിയ ഉടനെ അവൾ ഓടിച്ചെന്ന് മൂൺ സുപ്രീമിനോട് റിസൾട്ട് ക്യാൻസൽ ചെയ്തില്ല, ആ വിജയം എനിക്ക് അർഹതപ്പെട്ടതാണ് എന്ന് അവിടെ എല്ലാവരും പറഞ്ഞു. ഷെങ്ഹാങ് പ്രത്യേകം അഭിനന്ദിക്കുകയും എനിക്ക് മാജിക്കൽ ഫയർഫ്ലൈ സ്റ്റോൺ സ്വന്തമായി തരികയും ചെയ്തു എന്നൊക്കെ അവൾ വളരെ സന്തോഷത്തോടെ പറയുന്നു. ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എല്ലാം ഒരു നിമിത്തം പോലെ തോന്നിപ്പോവുകയാണ്. അല്ലെങ്കിൽ ആ ഫയർഫ്ലൈ ഇവിടുത്തെ പൂന്തോട്ടത്തിൽ തന്നെ വന്നിരിക്കേണ്ട കാര്യമുണ്ട്. ഞങ്ങൾ ഒരുമിക്കണമെന്ന് ദൈവം നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ് എന്ന് തോന്നുന്നു എന്നൊക്കെ അവൾ പറയുന്നു. അവൾ ഷെങ്ഹാങ്ങിനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നതൊന്നും അവൻ ഇഷ്ടപ്പെടുന്നില്ല. അവൻ കുടിച്ചുകൊണ്ടിരുന്ന ചായക്കപ്പ് ദേഷ്യത്തിൽ മേശപ്പുറത്തേക്ക് വെച്ചിട്ട് അവളെ കുറ്റപ്പെടുത്തി എന്തോ പറഞ്ഞിട്ട് അവരെ എഴുന്നേറ്റ് പോകുന്നു. മുറിയിൽ ചെന്നിരുന്ന് അവളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ബുക്ക് എടുത്ത് പരിശോധിക്കുന്ന കണ്ട് ഷെങ്ഷെ വിവരം തിരക്കിയപ്പോൾ ഞങ്ങളുടെ ശാപം കാരണം അവളുടെ ഫീലിംഗ് എനിക്കും അനുഭവപ്പെടുന്നതാണ്. അവൾ ഇപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ്, പക്ഷെ എനിക്ക് അങ്ങനെയല്ല ഫീൽ ചെയ്യുന്നത്. എനിക്ക് വളരെ അസ്വസ്ഥത തോന്നുന്നു. അതിന്റെ കാരണം എന്താണെന്ന് തിരയുകയാണെന്ന് അവൻ പറയുന്നു. ഓർക്കിഡ് ഇപ്പോൾ നല്ല മൂഡിലാണെങ്കിൽ അവളെ കൊണ്ട് ഡെസ്റ്റിനി ബുക്ക് റിപ്പയർ ചെയ്യിപ്പിച്ചുകൂടെ എന്ന് ഷെങ്ഷെ ചോദിച്ചപ്പോൾ അവളിപ്പോൾ 70% മാത്രമേ റിക്കവർ ആയിട്ടുള്ളൂ. ഡെസ്റ്റിനി ബുക്ക് റിപ്പയർ ചെയ്യാൻ ധൃതി പിടിക്കേണ്ട കാര്യമില്ല എന്ന് അവൻ പറയുന്നു. മത്സരത്തിൽ 2ാം സ്ഥാനം കിട്ടിയ യൂലിൻ ഫൗണ്ടൻ പാലസിൽ ആരൊക്കെയാണ് ജോലിക്ക് എടുക്കുന്നതെന്ന് ഔദ്യോഗികമായ മുന്നറിയിപ്പ് വന്നില്ലെങ്കിൽ പോലും സ്വന്തമായി ഇപ്പോൾ തന്നെ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അവിടുത്തെ പ്രധാന ജോലിക്കാരൻ അവളോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ അയാൾക്ക് നേരെ തട്ടിക്കയറുന്നു. അത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന ഡാലിയാൻ നീ ഇവിടെ ജോലിക്കാരിയാണ്, അല്ലാതെ യജമാനത്തിയല്ല എന്ന് മറന്നു പോകരുതെന്ന് പറയുന്നു. രണ്ടുപേരും കൂടി അതിനെ ചൊല്ലി തർക്കമുണ്ടാകുന്നു. അപ്പോഴാണ് യൂലിന്റെ കയ്യിലെ സഞ്ചിയിൽ എന്തോ തിളങ്ങുന്നത് ഡാലിയാൻ കണ്ടത്. അവൾ ഞൊടിയിടയിൽ തന്റെ ശക്തി ഉപയോഗിച്ച് തട്ടിയെടുക്കുന്നു. മാജിക്കൽ ഫയർഫ്ലൈ സ്റ്റോൺ ആണ് അത് എന്ന് കണ്ടപ്പോൾ നീ എന്തിനാണ് ഇത് മോഷ്ടിച്ചതെന്ന് ചോദിച്ച് ഡാലിയൻ അവൾക്ക് നേരെ തിരിയുന്നു. ഞാൻ മോഷ്ടിച്ചതല്ല, ഷെങ്ഹാങ് എനിക്ക് സമ്മാനമായി തന്നതാണ്. ഇതിന്റെ ഉടമയായിരിക്കാൻ എനിക്ക് യോഗ്യതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് യൂലിനെ തിരികെ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. അവർ തമ്മിൽ പിടിവിളി നടക്കുന്ന കണ്ടുകൊണ്ട് ചക്രവർത്തി അവിടേക്ക് വരുന്നുണ്ട്. അദ്ദേഹം സഭയിൽ കൊണ്ടുപോയി അവരെ ചോദ്യം ചെയ്യുന്നു. അവിടെ വെച്ച് ഞാനിത് മോഷ്ടിച്ചതല്ല, അദ്ദേഹം എനിക്ക് തന്നതാണെന്ന് തന്നെ യൂലിൻ ഉറപ്പിച്ച് പറയുന്നു. അപ്പോഴേക്കും വിവരം പറഞ്ഞ് അവിടെ എത്തിയ ഷെങ്ഹാങ് അവൾ പറയുന്നത് കള്ളമാണ്, ഞാൻ ആർക്കും അത് കൊടുത്തിട്ടില്ല, എന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതാണ്, എനിക്ക് അവളെ അറിയുക പോലും ഇല്ല എന്ന് പറഞ്ഞെങ്കിലും യൂലിൻ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഷെങ്ഹാങ് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നതെന്ന് ചക്രവർത്തി വിചാരിക്കുന്നു. യൂലിന്റെ അമ്മയെ ഓർത്ത് അവസാനമായി ഒരിക്കൽ കൂടി അവളോട് ചക്രവർത്തി നീ പറഞ്ഞത് സത്യമാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും പറഞ്ഞതിൽ തന്നെ അവൾ ഉറച്ചു നിൽക്കുന്നു. അതോടെ അവളുടെ ഇമ്മോർട്ടൽ ബോൺ നീക്കം ചെയ്ത് അവളെ ദേവലോകത്തു നിന്നും പുറത്താക്കാൻ ചക്രവർത്തി ഉത്തരവിടുന്നു. എല്ലാവരും ശിക്ഷ കേട്ട് ഞെട്ടുന്നുണ്ട്. ഇത്ര ചെറിയ തെറ്റിന് ഇത്രയും വലിയ ശിക്ഷ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ദയവായി ഇത് പിൻവലിക്കണം എന്ന് ഷെങ്ഹാങ് അപേക്ഷിക്കുന്നു. ഡാലിയാനും യൂലിനോട് ക്ഷമിക്കണം, ഇങ്ങനെ ശിക്ഷിക്കരുത്, ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ചക്രവർത്തിയോട് അപേക്ഷിച്ചെങ്കിലും അവളുടെ അച്ഛൻ അവളോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. റിക്രൂട്ട്മെന്റ് ആവശ്യത്തിനായി അവിടെ എത്തിയ ഓർക്കിഡും മറ്റു ദേവതമാർ തമ്മിൽ പറയുന്നത് കേട്ട് വിവരം അറിയുന്നു. ആ സമയത്താണ് കാവൽക്കാർ യൂലിമിനെയും കൊണ്ട് അതുവഴി വന്നത്. ഓർക്കിഡിനെ കണ്ടപ്പോൾ ഞാനല്ല, അവളാണ് ഫയർഫ്ലൈ സ്റ്റോൺ മോഷ്ടിച്ചതെന്ന് പറഞ്ഞ് യൂലിൻ അവൾക്ക് നേരെ ചാടി വീഴുന്നു.
പക്ഷെ മറ്റൊരാളെ കൂടി ഇതിലേക്ക് വലിച്ചഴിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് കാവൽക്കാർ അവളെ അവിടെ നിന്ന് ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നു. ഷെങ്ഹാങ് റോങ് കൂടി അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ചക്രവർത്തി വളരെ ക്രൂരമായ ശിക്ഷയാണ് നൽകിയത്. ഇതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് റോങ് പറഞ്ഞപ്പോൾ യുലിൻ അത് മോഷ്ടിച്ചതാണെന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ അവൾക്ക് നാണക്കേട് ഉണ്ടാക്കുമായിരുന്നു എന്നേ ഉള്ളൂ. ഇങ്ങനെ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഞാൻ അവൾക്ക് സമ്മാനിച്ചതാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ശിക്ഷിച്ചത്. എനിക്ക് അവളുമായി ഒരു അഫെയർ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. മറ്റൊരാളുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെടാൻ അദ്ദേഹം സമ്മതിക്കുകയില്ല എന്ന് ഷെങ്ഹാങ് പറയുന്നുണ്ട്. യുലിന് സംഭവിച്ചത് ഷെങ്ഹാങ്ങിനെ ശരിക്കും ചിന്തിപ്പിക്കുന്നു. ഓർക്കിഡുമായി താൻ അടുപ്പം കാണിച്ചാൽ അത് അവൾക്ക് ആപത്തുണ്ടാക്കുമെന്ന് അവന് ബോധ്യമാകുന്നു. 500 വർഷങ്ങൾക്ക് മുമ്പ് അവനുമായുള്ള ഓർമ്മകൾ ഒന്നും ഓർക്കിഡിനില്ലാത്തതിന് കാരണം പിരിയുന്നതിന് മുമ്പ് അവനെക്കുറിച്ചുള്ള അവളുടെ ഓർമ്മകൾ അവൻ മായ്ച്ചു കളഞ്ഞിരുന്നതുകൊണ്ടാണ്. താഴെ വീണ് മാജിക്കൽ ഫയർഫ്ലൈ സ്റ്റോൺ ഓർക്കിഡിന് കിട്ടിയ ദിവസം അവൾ വരുന്ന അറിഞ്ഞ് അവൻ മനഃപൂർവ്വം അവൾക്ക് നൽകാൻ വേണ്ടി ആ താഴെ ഇട്ടിരുന്നതായിരുന്നു. അതുപോലെ തന്നെ ആ ഫയർഫ്ലൈ ആർബിറ്റർ ഹാളിന് മുന്നിൽ കൊണ്ടുവിട്ടതും അവൻ തന്നെയായിരുന്നു. ഇമ്മോർട്ടൽ എക്സാം ഞാൻ ജയിക്കും എന്ന് ഓർക്കിഡ് മറ്റ് ദേവതമാരോട് പന്തയം വയ്ക്കുന്നതും അവൻ ദൂരെ നിന്ന് കണ്ടിരുന്നു. അതിനാൽ സഹായിക്കാൻ വേണ്ടിയാണ് അന്ന് അവന്റെ ശക്തിയുടെ ഭൂരിഭാഗവും ഉപയോഗിച്ച് ഇമ്മോർട്ടൽ പീൽ ഉണ്ടാക്കിയത്. അന്നും ചക്രവർത്തിയെ പേടിച്ച് അവനത് കൊടുത്തിരുന്നില്ല. ഇപ്പോഴും ഫൗണ്ടൻ പാലസിൽ ഓർക്കിഡ് ജോലിക്ക് വന്നാൽ തന്റെ പെരുമാറ്റം ചക്രവർത്തി സംശയം ഉണ്ടാക്കുമെന്ന് ഭയം കാരണം ലിസ്റ്റിലുള്ളവരുടെ പേരിൽ നിന്ന് ഓർക്കിഡിന്റെ പേര് വിഷമത്തോടെയാണെങ്കിലും അവൻ വെട്ടുന്നു. അവളെ സംരക്ഷിക്കാനുള്ള എന്റെ വഴി ഇതാണ് എന്ന് അവൻ റോങ്ങിനോട് പറയുന്നുണ്ട്. തന്റെ പേര് വെട്ടിയതറിയാതെ അടുത്ത ദിവസം റിസൾട്ട് നോക്കാനായി ഓർക്കിഡ് സന്തോഷത്തോടെ അവിടെ എത്തുന്നുണ്ട്. പക്ഷേ ലിസ്റ്റിൽ തന്റെ പേര് കാണാത്തതിനാൽ എന്ത് പറ്റിയെന്നറിയാൻ അവൾ ഒരു സീനിയർ ദേവതയുടെ അടുത്തേക്ക് പോകുന്നു. അവളെ കണ്ടപ്പോഴേ ചോദിക്കേണ്ട ആവശ്യമില്ല, നിന്റെ പേര് വെട്ടിയത് ഷെങ്ഹാങ് ആണ്, നിന്നെ അവിടെ ജോലിക്ക് ആവശ്യമില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. ചടങ്ങുകൾ കഴിയുമ്പോൾ നിനക്ക് ഞാൻ മറ്റൊരു നല്ല ജോലി കണ്ടെത്തരാമെന്ന് അവർ അവളോട് പറയുന്നു. എന്തിനാണ് അവൻ തന്റെ പേര് വെട്ടിയതെന്ന് മനസ്സിലാകാത്തതിനാൽ ഓർക്കിഡ് വളരെയധികം വിഷമിച്ചാണ് തിരികെ എത്തിയത്. ഗ്രീൻ ഹൗസിലിരുന്ന് അവൻ നൽകിയ മാജിക്കൽ ഫയർഫ്ലൈ സ്റ്റോൺ എടുത്ത് നോക്കിയപ്പോഴാണ് അത് വെറും ഒരു കല്ലായി മാറിയിരിക്കുന്നത് അവൾ കണ്ടത്. അതുകൂടി ആയപ്പോഴേക്കും അവളുടെ വിഷമം ഒന്നുകൂടി കൂടുന്നു. അവൾ വിഷമിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നതിന് അവളുടെ അടുത്തേക്ക് വന്ന മൂൺ സുപ്രീമിനോട് അവൾ സങ്കടം പറയുന്നു. ഷെങ്ഹാങ് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് അവൾ കരയുന്നു കണ്ടപ്പോൾ എന്റെ കൂടെ വരാൻ പറഞ്ഞ് അവൻ അവളെയും കുടിച്ചുകൊണ്ട് എങ്ങോട്ടേക്ക് പോകുന്നു. അദൃശ്യരായി ഷെങ്ഹാങ്ങിന്റെയും ചക്രവർത്തിയുടെയും അടുത്തേക്കാണ് അവൻ അവളെ കൊണ്ടുപോയത്. അവൻ എന്തുകൊണ്ടാണ് 1ാം സ്ഥാനം കിട്ടിയിട്ടും ഓർക്കിഡിനെ ഒഴിവാക്കിയതെന്ന് ചക്രവർത്തി അവളോട് ചോദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ചക്രവർത്തിക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി ഓർക്കിഡിന് അതിലുള്ള അർഹതയില്ല. അവൾ ദുർബലയായ വെറുമൊരു ചെടിയാണ്. മാത്രമല്ല അവളുടെ ഇമ്മോർട്ടൽ വേര് നശിച്ചു പോയതാണ്. അവളെ ജോലിക്ക് വെക്കുന്ന കൊണ്ട് എനിക്ക് ഉപയോഗമൊന്നുമില്ല എന്നൊക്കെ അവൻ പറയുന്നു. സത്യാവസ്ഥ എന്താണെന്ന് അറിയാത്തതിനാൽ അവൻ പറയുന്നതൊക്കെ നേരിട്ട് കേട്ട ഓർക്കിഡ് ശരിക്കും കരഞ്ഞു പോകുന്നുണ്ട്. അവൻ എന്തുകൊണ്ടാണ് നിന്റെ പേര് ഒഴിവാക്കിയതെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ എന്ന് മൂൺ സുപ്രീം അവളോട് ചോദിക്കുന്നു. ചക്രവർത്തി ആ വിഷയം അവസാനിപ്പിക്കാൻ വേണ്ടി ഇത്തരം നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ സമയം കളയാതെ ഈവിൾ സ്പിരിറ്റ് എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നും അതിന്റെ പുറകിൽ ആരാണെന്ന് കണ്ടെത്താൻ ഉത്തരവ് നൽകണമെന്ന് ഷെങ്ഹാങ് പറയുന്നു. ചക്രവർത്തിക്ക് അവന് വിശ്വാസമായതുകൊണ്ട് തന്നെ അദ്ദേഹം അത് സമ്മതിക്കുന്നു. ഷെങ്ഹാങ് അവിടെ നിന്ന് പോകുന്നത് വേദനയോടെയാണ് ഓർക്കിഡ് കണ്ടു നിന്നത്. ഈവിൾ സ്പിരിറ്റിൽ ദേവലോകത്ത് കടന്നത് എങ്ങനെയാണെന്ന് ശക്തമായ അന്വേഷണം നടത്താൻ ചക്രവർത്തി ഷെങ്ഹാങ്ങിന് ഒഫീഷ്യലായി ഉത്തരവ് നൽകുന്നുണ്ട്. അവിടെ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ മുതൽ ഓർക്കിഡ് തനിച്ചൊരിടത്ത് കുത്തിയിരിക്കുകയാണ്. മൂൺ സുപ്രീം അടുത്തേക്ക് ചെന്നപ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല എന്നവൾ പറയുന്നു. നീ വെറുതെ കള്ളം പറയണ്ട, നിന്റെ മനസ്സിൽ എന്താണെന്നും നീ കരയാറായി ഇരിക്കുകയാണെന്നും എനിക്ക് നന്നായി അറിയാം എന്നവൻ പറയുന്നു. ആദ്യമൊക്കെ എതിർത്ത് പിടിച്ചു നിന്നെങ്കിലും അവസാനം അവൾ കരയുന്നുണ്ട്. അവൾ കരയുന്നതനുസരിച്ച് അവന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. അവളുടെ കരച്ചിൽ നിർത്താനായി അവൻ പലതും പറയുന്നു. മറ്റാരും നിനക്കൊരു വിലയും തന്നില്ലെങ്കിലും എനിക്ക് നീ വളരെ വിലപിടിപ്പുള്ളതാണ്, നീ വിഷമിക്കുന്നത് എനിക്ക് തീരെ സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ അവൻ പറഞ്ഞപ്പോൾ ഓർക്കിഡ് കരച്ചിൽ നിർത്തി അവനെ നോക്കിയിട്ട് നീ ഇപ്പോൾ പലതവണയായി ഇങ്ങനെ പറയുന്നു, ഇനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ ഇത് സീരിയസ് ആയി എടുക്കും എന്ന് പറയുന്നു. അടുത്ത നിമിഷം തന്നെ ഞാൻ വെറുതെ പറഞ്ഞതാണ്, നീ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നും അവൾ പറയുന്നുണ്ട്. നീ വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇനി കരയരുത്, നീ കരഞ്ഞാൽ എനിക്ക് വിഷമമാകുമെന്ന് പറഞ്ഞ് അവൻ അവളുടെ കണ്ണുനീർ തുടയ്ക്കുന്നു. അവന്റെ വാക്കുകൾ ഓർക്കിഡിന്റെ ഉള്ളിലെ വിഷമം കുറയ്ക്കുന്നുണ്ട്. ആ സമയത്താണ് ഈവിൾ സ്പിരിറ്റിന്റെ ഉറവിടം അന്വേഷിച്ചിറങ്ങിയ ഷെങ്ഹാങ് സംഘവും അവിടെ എത്തിയത്. അവരുടെ ശബ്ദം കേട്ടപ്പോഴേ മൂൺ സുപ്രീം ദേഷ്യപ്പെട്ട് എഴുന്നേൽക്കുന്നു. ഓർക്കിഡിനെ പുറത്തേക്ക് കാണാത്തതിനാൽ അവർ അകത്ത് കയറി തിരയാൻ തുടങ്ങുന്നു. മൂൺ സുപ്രീം അവരെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് കണ്ട് ഓർക്കിഡ് അവരെ തടഞ്ഞിട്ട് അവനെയും കൊണ്ട് താഴേക്ക് ചാടുന്നു. കുറെ താഴെ എത്തി അവർ വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. അവൾ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. വെള്ളത്തിനടിയിലാണെങ്കിലും ഇപ്പോൾ അവർ ഒരു നീർക്കുമുളയ്ക്കുള്ളിലാണ്. അതുകൊണ്ട് തന്നെ ശ്വാസം എടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. നേരെ നിന്ന് കഴിഞ്ഞപ്പോൾ ബോധം വന്നതുപോലെ അവൾ പുറകിലേക്ക് മാറുന്നുണ്ട്. ആർബിറ്റർ ഹാളിലുള്ള ഒന്നും തിരച്ചിൽ നടന്നതിൽ നശിപ്പിക്കരുതെന്ന് ഷെങ്ഹാങ് കൂടെയുള്ള സൈനികർക്ക് പ്രത്യേക നിർദ്ദേശം നൽകുന്നുണ്ട്. മൂൺ സുപ്രീമിനെ വിട്ടുമാറിയതോടെ ഓർക്കിഡിന് ശ്വാസം മുട്ടൽ തുടങ്ങുന്നു. അല്പസമയത്തിനുള്ളിൽ കുമ്പള പൊട്ടി അവൾ വെള്ളം കുടിക്കാൻ തുടങ്ങുന്നു. അതോടെ അവൾ താഴേക്ക് മുങ്ങി താഴാൻ തുടങ്ങുന്നു. ഓർക്കിഡ് താഴേക്ക് പോകുന്ന കണ്ടിട്ട് മൂൺ സുപ്രീം അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അവസാനം അവളുടെ ബോധം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ അവൻ അവൾക്കരികിലേക്ക് ചെന്ന് കിസ് ചെയ്യുന്നത് പോലെ അവൾക്ക് ശ്വാസം കൊടുക്കാൻ തുടങ്ങുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഓർക്കിഡ് കണ്ണു തുറക്കുന്നു.
അവൻ കിസ് ചെയ്യുകയാണെന്ന് മനസ്സിലായപ്പോൾ അവൾ അവനെ തള്ളി മാറ്റുന്നു. പക്ഷെ അവൻ വീണ്ടും ബലമായി അവളെ പിടിച്ചടുപ്പിച്ചിട്ട് കിസ് ചെയ്യുന്നുണ്ട്. സംശയകരമായി ഒന്നും കാണാത്തതിനാൽ ഷെങ്ഹാങ് സംഘവും തിരച്ചിൽ അവസാനിപ്പിച്ച് പോയി കഴിഞ്ഞപ്പോൾ അവർ തിരികെ എത്തുന്നു. രണ്ടുപേർക്കും കുറെ സമയത്തേക്ക് പരസ്പരം ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. നീ ശ്വാസം മുട്ടുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നവൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ വേഗം പോയി ഡ്രസ് മാറട്ടെ എന്ന് പറഞ്ഞ് ഓർക്കിഡ് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. സത്യത്തിൽ അതുകൊണ്ട് മാത്രമായിരുന്നില്ല അവൻ അങ്ങനെ ചെയ്തത്. ഫീലിങ്സ് ഒന്നുമില്ലാത്ത അവന്റെ ഉള്ളിൽ എവിടെയോ ഓർക്കിഡിനോട് എന്തൊക്കെയോ തോന്നി തുടങ്ങിയിരിക്കുന്നു. അറിയാതെ അവൻ ചുണ്ടിൽ തടവി നോക്കുന്നുണ്ട്. ഓർക്കിഡ് മുമ്പ് ഹാവോദിയൻ ടവറിൽ നിന്ന് അവനെ രക്ഷിച്ച സമയത്ത് ഇലകളൊന്നുമില്ലാതെ നിന്ന ഒരു മരം കണ്ടിരുന്നല്ലോ. ഇപ്പോൾ ആ മരത്തിൽ ഒരു കുഞ്ഞില വരുന്നതായി കാണിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് അവൻ അവിടെ ഇരുന്ന് എന്തോ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരത്തിലെ തിയാൻജി മിറർ തിളങ്ങുന്നത് അവൻ കണ്ടത്. അതെന്താണെന്നറിയാൻ എഴുന്നേറ്റ് നോക്കി അവൻ അതിനുള്ളിൽ ഡാലിയൻ കണ്ടതുപോലെ തന്നെ ഷെങ്ഹാങ്ങിന്റെയും ഓർക്കിഡിന്റെയും വിവാഹം കാണുന്നു. അവന്റെ മനസ്സ് ആകെ അസ്വസ്ഥമാകുന്നുണ്ട്. ഓർക്കിഡിന്റെ ഫീലിംഗ് ആയിരിക്കുമെന്ന് കരുതി അവൻ ഷെങ്ഷായെ വിളിച്ചു വരുത്തി ശാപത്തിന്റെ ഫലമായുള്ള ഫീലിങ്സ് ഷെയർ ചെയ്ത് അവസാനിപ്പിക്കാൻ കഴിവുള്ള ഹേർട്ട് ഹിഡൻ ഹെയർപിൻ കണ്ടെത്തിയെന്ന് അന്വേഷിക്കുന്നു. പക്ഷേ ആ ഹെയർപിൻ വർഷങ്ങൾക്ക് മുൻപേ നഷ്ടപ്പെട്ടു പോയതാണ്. ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് ആർക്കും അറിയില്ല എന്ന് ഷെങ്ഷെ അവനെ അറിയിക്കുന്നു. ഇനി എത്ര നാൾ ഞാൻ അവളുമായി ഫീലിംഗ് ഷെയർ ചെയ്ത് ഈ ദുരിതം അനുഭവിക്കണം? എനിക്ക് അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ തിരികെ നമ്മുടെ രാജ്യത്തെത്തി മൂൺ സുപ്രീമിന്റെ ഹോളി ടോക്കൺ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമുണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് അവൻ അടുത്ത നിമിഷം സമാധാനിക്കുന്നു. ഓർക്കിഡിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടും അവൾ 90% റിക്കവർ ആയതല്ലാതെ പൂർണ്ണമായി ആരോഗ്യം വീണ്ടെടുക്കാത്തത് എന്തുകൊണ്ടായിരിക്കും എന്നവൻ ഷെങ്ഷയോട് ചോദിക്കുന്നു. ഷെങ്ഹാങ്ങിന്റെ കൂടെ ആയിരിക്കണം എന്നല്ലേ അവൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം നടക്കാത്തത് അവളുടെ മനസ്സിൽ അലട്ടുന്നതുകൊണ്ടായിരിക്കണം എന്ന് ഷെങ്ഷെ പറഞ്ഞപ്പോൾ അവൻ എന്താണ് ഇത്ര പ്രത്യേകത എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്നവൻ പറയുന്നുണ്ട്. ഈ സമയം ചാടിത്തുള്ളി എങ്ങോട്ടാ പോവുകയെന്ന് ഓർക്കിഡിനെ ഡാലിയൻ കാണുന്നു. ഷെങ്ഹാങ് സംഘം തിരിയുന്നത് ഹാവോദിയൻ ടവറിൽ നിന്ന് രക്ഷപ്പെട്ട മൂൺ ട്രൈബിലുള്ള ആരെയോ ആണ് എന്ന് ഡാലിയൻ പറഞ്ഞ് അവൾ അറിയുന്നു. അത്രയും കാലം മൂൺ സുപ്രീം എന്തോ തെറ്റ് ചെയ്ത വെറും ഒരു ക്രിമിനൽ ആയിരിക്കും എന്നാണ് ഓർക്കിഡ് കരുതിയിരുന്നത്. അവൻ മൂൺ ട്രൈബിൽ അംഗമായിരിക്കുമെന്ന തിരിച്ചറിവ് അവൾക്കൊരു ഷോക്കായിരുന്നു. മടങ്ങിയെത്തി അവൾ വയലിൽ കുറച്ച് ഉറക്കമരുന്ന് ചേർത്ത ശേഷം അത് കുടിക്കാനായി അവനെ ക്ഷണിക്കുന്നു. മത്സരത്തിൽ വിജയിക്കാൻ സഹായിച്ചതിനും പലതവണ ജീവൻ രക്ഷിച്ചതിനുമൊക്കെയുള്ള നന്ദിയായിട്ടാണ് എന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ അടുത്തു നിന്നിരിക്കുന്നു. വൈൻ കയ്യിൽ വാങ്ങിയെങ്കിലും അത് കുടിക്കുന്നതിന് മുമ്പ് പുറത്തുള്ള മരത്തിൽ കാണുന്ന ഹോൾ എന്താണ് എന്ന് അവൻ ചോദിക്കുന്നു. അത് ഹോളല്ല, തിയാൻജി മിററാണ് എന്ന് ഡാലിയൻ വന്ന ദിവസം ഞാൻ അവളോട് പറഞ്ഞു നീ കേട്ടതല്ലേ എന്ന് അവൾ ചോദിക്കുന്നു. അതിൽ കാണുന്നതൊക്കെ ശരിക്കും സംഭവിക്കുമോ എന്നവൻ ചോദിച്ചപ്പോൾ എല്ലാവരും ഇത് തന്നെയാണല്ലോ ചോദിക്കുന്നത്. ഉറപ്പായും അതിൽ കാണുന്ന പോലെ നടക്കുമെന്ന് ഓർക്കിഡ് പറയുന്നു. ഞാൻ എന്തിനാണ് ഇതിൽ ഇത്ര ആകാംക്ഷ കാണിക്കുന്നതെന്ന് അവൻ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അവൾ വിവാഹം കഴിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. ഞങ്ങളുടെ ശാപം കാരണം അവർ തമ്മിലുള്ള വിവാഹം നടന്നാൽ അതെന്നെ ദോഷകരമായി ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര അസ്വസ്ഥനാകുന്നത്. വിവാഹം നടക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ അവൻ സ്വയം സമാധാനിക്കുന്നു. വൈൻ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കാതെ കുടിക്കാൻ ഓർക്കിഡ് വീണ്ടും പറഞ്ഞപ്പോൾ അവനത് കുടിക്കുന്നുണ്ട്. അവൾ രണ്ടാമത്തെ തവണ ഒഴിക്കുന്നതിന് മുമ്പേ അവൻ മയങ്ങി വീഴുന്നു. പിന്നീട് അവൻ കണ്ണുറക്കുമ്പോൾ മെമ്മറി ലോസ് നദിയിലെ ഒരു ബോട്ടിനുള്ളിൽ കിടക്കുകയാണ്. ഓർക്കിഡും അടുത്ത് തന്നെയുണ്ട്. അവൻ കണ്ണുറന്ന് കണ്ടപ്പോൾ നിന്റെ പ്രിയപ്പെട്ട ഫ്ലവർ കേക്കും വൈനും ഒക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നീ മൂൺ ട്രൈബിലെ അംഗമാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ദേവന്മാരെല്ലാവരും നിനക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ്. അവരുടെ ആരുടെയെങ്കിലും കയ്യിൽപ്പെട്ടാൽ അവർ ഉറപ്പായും നിന്നെ കൊല്ലും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് നിന്റെ സ്ഥലത്തേക്ക് പോയിക്കോളാൻ അവൾ പറയുന്നു. അതിനുവേണ്ടിയാണോ നീ എന്നെ മയക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? മൂൺ ട്രൈബിലെ ഒരു അംഗത്തെ നീ സഹായിച്ചു എന്ന് ദേവലോകത്താരെങ്കിലും അറിഞ്ഞാൽ അവർ നിന്നെ കൊല്ലില്ലേ? എന്നോട് തോന്നിയ സഹതാപം കാരണം നീ ഇപ്പോൾ വലിയ മണ്ടത്തരം കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഫീലിങ്സ് ഒരു ഭാരമാണെന്ന് ഞാൻ പറയുന്നത്. നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ അവർക്ക് മുന്നിൽ പിടിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നവൻ പറയുന്നു. നീ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഹൈഷി സിറ്റിയിൽ വെച്ച് തന്നെ എൻ്റെ ജീവിതം അവസാനിച്ചേനെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ ഒരുപാട് ജീവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല എന്നവൾ പറയുന്നത് അത്ഭുതത്തോടെയാണ് എന്ന് കേട്ടത്. ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണുകയില്ല എന്ന് പറഞ്ഞിട്ട് ഓർക്കിഡ് അവിടെ നിന്ന് പോകുന്നു. ഫീലിങ്സ് ഒരു തടസ്സമാണെന്ന് പറഞ്ഞ് അച്ഛൻ തൻ്റെ ഇമോഷൻ വേരി കളഞ്ഞതും ഓർക്കിഡ് പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ എന്ന് അവൻ അപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഫൗണ്ടൻ പാലസിലെ ജോലിക്ക് ഓർക്കിഡിനെ വേണ്ട എന്ന് താൻ പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ അവൾ വിഷമത്തോടെ തിരികെ പോകുന്നത് ഷെങ്ഹാങ് ദൂരെ നിന്ന് കണ്ടിരുന്നു. അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എക്സാം സമയത്ത് കണ്ട ഈവിൾ സ്പിറ്റിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ പുതിയൊരു തെളിവ് കിട്ടിയിട്ടുണ്ടെന്നൊരു കാവൽക്കാരൻ വന്നറിയിച്ചത്. മൂൺ സുപ്രീമിനെ അവന്റെ രാജ്യത്തേക്ക് പോകാനുള്ള സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിച്ച ശേഷം മടങ്ങിയെത്തിയ ഓർക്കിഡിന് അവൻ പോയതിന്റെ വിഷമം ശരിക്കും ഉണ്ടാകുന്നുണ്ടെങ്കിലും അവനെ സുരക്ഷിതമായി പറഞ്ഞയക്കാൻ കഴിഞ്ഞില്ല എന്ന ആശ്വാസത്തോടെ അവൾ ഗ്രീൻ ഹൗസിലിരുന്ന് ഉറങ്ങുന്നു. അപ്പോഴേക്കും മൂൺ സുപ്രീമും ഷെങ്ഹാങ്ങും കൂടി അവിടെ എത്തുന്നു. അവളെ പരിശോധിച്ചപ്പോൾ അവൾ പൂർണ്ണമായും റിക്കവറായി എന്ന് അവർക്ക് മനസ്സിലാക്കുന്നു. തൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക കാരണമാണ് അവൾ ഇത്രനാൾ പൂർണ്ണമായി റിക്കവർ ആകാതിരുന്നത് എന്നവന് മനസ്സിലാകുന്നു. ഞാൻ മൂൺ സുപ്രീമാണ് എന്നറിഞ്ഞിരുന്നെങ്കിൽ ഇവൾ ഇതുപോലെ എന്നെ സംരക്ഷിക്കാൻ ശ്രമിക്കുമായിരുന്നോ എന്ന് അവൻ ചോദിക്കുന്നു. അവൻ പക്ഷെ അതിൻ്റെ മറുപടി പറയാൻ കഴിയുന്നില്ല.
എനിക്ക് തന്നെ ഉറപ്പില്ലാത്ത കാര്യം നിന്നോട് ചോദിച്ചിട്ട് എന്താണ് പ്രയോജനം എന്ന് മൂൺ സുപ്രീം പറയുന്നുണ്ട്. ഓർക്കിഡ് റിക്കവറായ സ്ഥിതിക്ക് ഇപ്പോൾ തന്നെ ഡെസ്റ്റിനി ബുക്ക് റിപ്പയർ ചെയ്താലോ എന്ന് ഷെങ്ഷെ ചോദിച്ചപ്പോൾ ആദ്യം അവളെ ഉറങ്ങാൻ സമ്മതിക്കും. ബുക്കിന്റെ കാര്യം നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞ് മൂൺ സുപ്രീം അവളെ കോരിയെടുത്ത് അകത്തോണ്ട് കിടത്താൻ തോന്നുന്നു. അവന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത് ഷെങ്ഷയെ കുറിച്ച് അമ്പരപ്പിക്കുന്നുണ്ട്. മൂൺ സുപ്രീം അവളെ അകത്തുകൊണ്ട് കിടത്തിയിട്ടും ഓർക്കിഡ് അതൊന്നും അറിയാതെ സുഖനിദ്രയിലാണ്. തന്നെ സഹായിച്ചതിന് പകരമായി ഓർക്കിഡിന് നൽകാൻ തന്റെ ഹൃദയരക്തത്തിൽ നിന്ന് അവൻ ചന്ദ്രക്കരയുടെ ആകൃതിയിൽ ബോൺ ആർക്കിഡ് എന്ന ഒരു സാധനം ഉണ്ടാക്കി അവളുടെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നു. ഞാൻ അടുത്തില്ലെങ്കിൽ പോലും ഏത് ആപത്തിൽ നിന്നും ഇത് നിന്നെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് മറ്റാരും കാണാതിരിക്കാൻ അത് അദൃശ്യമാക്കുന്നു. ഈവിൾ സ്പിരിറ്റിനായുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഹൈഷി സിറ്റിയിലെത്തിയ ഷെങ്ഹാങ്ങിനോട് റോങ് സിറ്റിയുടെ ലോഡ് എന്ന രീതിയിൽ സംസാരിക്കുന്നു. ഈവിൾ സ്പിരിറ്റിന്റെ ഉറവിടം ഹൈഷി സിറ്റിയാണ് എന്നറിഞ്ഞാണ് ഷെങ്ഹാങ് അവിടെ എത്തിയത്. പക്ഷേ റോങ് അത് നിഷേധിക്കുന്നു. സിറ്റിയിൽ ഈവിൾ സ്പിരിറ്റിന്റെ സാന്നിധ്യം ആദ്യമായി ഉണ്ടായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അജ്ഞാതനായ ഒരാൾ ഇവിടെ ആക്രമണം നടത്തിയ സമയത്താണ്. അന്ന് അയാളിൽ നിന്ന് ദിയയ്ക്ക് പരിക്കും പറ്റിയിരുന്നു എന്ന് പറഞ്ഞ് അവളുടെ ശരീരത്തിലെ ഹെൽഫയറിന്റെ അടയാളം റോങ് അവന് കാണിച്ചു കൊടുക്കുന്നു. 3 ലോകങ്ങളിലേക്ക് വെച്ച് ഹെൽഫയർ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേ ഒരാളായ മൂൺ സുപ്രീം ആയിരിക്കണം ആ അജ്ഞാതൻ എന്ന് സംശയിക്കുന്നുവെന്നും നിങ്ങളുടെ പിടിയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടിരിക്കാനാണ് സാധ്യത എന്നും റോങ് ഷെങ്ഹാങ്ങിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ഇവിടെ നിന്ന് പോയപ്പോൾ അവൻ ഓർക്കിടുന്ന ഒരു ദേവതയെ കൂടി തട്ടിയെടുത്തുകൊണ്ടാണ് പോയത് എന്നും റോങ് അവനോട് പറയുന്നുണ്ട്. അവൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചുകൊണ്ട് തന്നെ ഷെങ്ഹാങ് അതിനെക്കുറിച്ച് അന്വേഷിക്കാനായി ഉടൻ തന്നെ അവിടെ നിന്ന് പോകുന്നു. മൂൺ സുപ്രീമിനെ കുറിച്ച് അവനോട് പറഞ്ഞത് എന്തിനാണെന്ന് ദിയെ ചോദിച്ചപ്പോൾ അതിശക്തനായ മൂൺ സുപ്രീം ഓർക്കിഡിനൊപ്പം നിന്നാൽ നമുക്ക് അവളൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് റോങ് പറയുന്നു. ഓർക്കിഡ് അടുത്ത ദിവസം രാവിലെ കുറച്ച് ലേറ്റായാണ് ഉറങ്ങുന്നത്. ചടങ്ങിനെത്താൻ താമസിക്കുമെന്ന് പറഞ്ഞ് അവൾ വേഗം നിന്നെ പുറത്തേക്ക് ഓടുന്നു. അവൾ പോകുന്നത് കണ്ടപ്പോൾ അവിടെ അദൃശ്യരായി നിൽപ്പുണ്ടായിരുന്ന ഷെങ്ഷെ ഡിസ്നി ബുക്ക് റിപ്പയർ ചെയ്യിപ്പിക്കാനായി അവളെ തടയണ്ടേന്ന് മൂൺ സുപ്രീമിനോട് ചോദിക്കുന്നു. ഇമ്മോർട്ടൽ എക്സാം പാസ്സായവരെ ജോലിക്കായി അസൈൻ ചെയ്യുന്നത് ഇന്നാണ്. 1000 വർഷങ്ങളായി അവൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തടസ്സപ്പെടുത്തി അവളെ നിരാശയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവൻ പറയുന്നു. ഓരോ തവണയും അവൻ ഓർക്കിഡിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഷെങ്ഷയെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഓർക്കിഡ് പോയ ശേഷമാണ് മൂൺ സുപ്രീമിനെ അന്വേഷിച്ച് ഷെങ്ഹാങ് അവിടെ എത്തിയത്. ഷെങ്ഷെ ചെന്ന വിവരം അവനോട് പറഞ്ഞപ്പോൾ അവനെ കൊല്ലണമെന്ന് ഞാൻ കരുതിയതല്ല. പക്ഷെ അവൻ മരണത്തെ തേടി വന്നാൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് ഒരു ചിരിയോടെ അവൻ പറയുന്നുണ്ട്. അകത്തേക്ക് കയറി വന്ന ഷെങ്ഹാങ് അവനെ കാണുന്നു. നീ ഡോങ്ഫങ് സിങ്കാങ് ആണോ എന്ന് ഷെങ്ഹാങ് ചോദിച്ചപ്പോഴേക്കും മൂൺ സുപ്രീം അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ഷെങ്ഹാങ്ങും പുറകെ പോകുന്നു. ദേവലോകത്ത് അപ്പോഴേക്കും ചടങ്ങുകൾ തുടങ്ങിയിരുന്നു. അവിടെയുള്ള ദേവതമാരുടെ ശരീരം കാറ്റ്, ഇടിമിന്നൽ, പ്രകാശം, തീ അങ്ങനെ 8 ശക്തികളിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ളതാണ്. ഇമ്മോർട്ടൽ എക്സാം പാസ്സായവരെ ഗ്രേറ്റ് ടർട്ടിൽ എന്ന ഒരു ആമയുടെ ഗുഹയെ പോലെയുള്ള ശരീരത്തിനുള്ളിൽ കയറ്റിവിട്ടും. ആ ആമയാണ് അവരുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഓരോരുത്തരും എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. പേര് വിളിക്കുന്നതനുസരിച്ച് ഓരോരുത്തരായി ഗുഹയ്ക്കുള്ളിൽ കയറുന്നു. അവർ തിരികെ ഇറങ്ങുമ്പോൾ അവരുടെ ഒറിജിനൽ രൂപം എന്താണ് എന്നുള്ളത് ഒരു സ്ക്രീനിൽ എന്ന പോലെ അവിടെ എഴുതി കാണിക്കും. അതനുസരിച്ച് അവർ ജോലിക്ക് പോകേണ്ട സ്ഥലവും തീരുമാനിക്കപ്പെടും. ഓർക്കിഡിന്റെ അവസരമായപ്പോൾ അവളും അതിനുള്ളിലേക്ക് കയറുന്നു. ശിവാൻവു എന്ന ദൈവമാണ് ആമയുടെ രൂപത്തിലുള്ളത്. 3 ലോകങ്ങളിലേക്കും വെച്ച് അദ്ദേഹത്തിന് അറിയാത്തതേ ഒന്നുമില്ല. അകത്ത് ചെന്ന ഓർക്കിഡിനോട് നീ എൻ്റെ പഴയ ഫ്രണ്ടാണല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ ഓർക്കിഡിനൊന്നും മനസ്സിലാക്കുന്നില്ല. എന്നെ എങ്ങനെ അറിയാമെന്ന് അവൾ ചോദിച്ചപ്പോൾ നീ വളരെ സ്പെഷ്യലാണ്. ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങൾക്ക് സന്തോഷവും സങ്കടവും ഉൾപ്പെടെ പല വിധി ഉണ്ടാവാം. പക്ഷേ നിനക്കൊരൊറ്റ വിധിയേ ഉള്ളൂ. നീ അത് തിരിച്ചറിയുമ്പോഴേക്കും ആ വിധി നടപ്പിലാവാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കും എന്ന് മാത്രം പറഞ്ഞിട്ട് അദ്ദേഹം അപ്രത്യക്ഷമാക്കുന്നു. ഓർക്കിഡ് പല സംശയങ്ങളും ചോദിച്ചെങ്കിലും അതിനൊന്നും അദ്ദേഹം മറുപടി കൊടുത്തില്ല. അകത്തേക്ക് പോയ ഓർക്കിഡിനെ കുറേ സമയം കഴിഞ്ഞിട്ടും തിരികെ കാണാത്തതിനാൽ പുറത്തുള്ളവരെല്ലാം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ആകാംക്ഷാഭരിതരാകുന്നു. അപ്പോഴാണ് ഓർക്കിഡ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. പക്ഷേ മറ്റുള്ളവർക്ക് എഴുതി കാണിച്ചതുപോലെ അവളുടെ യഥാർത്ഥ രൂപത്തെക്കുറിച്ച് ഒരു അറിയിപ്പും അവിടെ വന്നില്ല. ഇങ്ങനെ മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതിനാൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്നറിയാനായി നേരത്തെ പോയ ദേവതമാരിൽ നിന്ന് ഒരാളെ വീണ്ടും അതിനുള്ളിലേക്ക് കടത്തിവിട്ട് നോക്കുന്നു. അവൾ തിരിച്ചറിഞ്ഞപ്പോൾ പഴയതുപോലെ തന്നെ അവളുടെ യഥാർത്ഥ രൂപം കാണിക്കുന്നുണ്ട്. ഓർക്കിഡിനെയും ഒരു തവണ കൂടി അതിനുള്ളിലേക്ക് കടത്തിവിട്ടിട്ട് ഇറക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും പഴയതുപോലെ തന്നെ സംഭവിക്കുന്നു. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ എല്ലാവരും പരസ്പരം അമ്പരപ്പോടെ നോക്കുന്നു. ഡാലിയന്റെ അച്ഛൻ നിർദ്ദേശിച്ചനുസരിച്ച് സീനിയർ ദേവത ഓർക്കിഡിന്റെ യഥാർത്ഥ രൂപം അറിയാൻ ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു പ്രകാശമാണ് അവർ കണ്ടത്. അവളുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് ആർക്കും മനസ്സിലാക്കുന്നില്ല. ഞാനൊരു ഓർക്കിഡ് ചെടിയല്ലേ എന്ന് ഓർക്കിഡ് ചോദിച്ചപ്പോൾ നിന്റെ യഥാർത്ഥ രൂപം ഒരു ഓർക്കിഡിൻ്റെതല്ല എന്ന് സീനിയർ ദേവത പറയുന്നു. ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും കൂട്ടത്തിൽപ്പെട്ട ആളല്ല അവൾ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ അവൾ മൂൺ ട്രൈബിലെ അംഗമായിരിക്കാനേ സാധ്യതയുള്ളൂ എന്ന് ചക്രവർത്തി വിധി എഴുതുന്നു. അങ്ങനെയല്ല എന്ന് ഓർത്ത് പറഞ്ഞിട്ട് പോലും അവളെ പിടിച്ചു കെട്ടാൻ ചക്രവർത്തി നിർദ്ദേശം നൽകുന്നു. പക്ഷെ അതിനായി അവളുടെ അടുത്തെത്തിയ കാവൽക്കാർ അവളുടെ ശരീരത്തിൽ തൊട്ടതും അവൾക്ക് ചുറ്റും ഒരു നീലപ്രകാശം പരന്നു അവരെ എല്ലാം ദൂരേക്ക് തെറിപ്പിക്കുന്നു. അവൾക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം പോലെ തിളങ്ങി നിൽക്കുകയാണ്. അവളുടെ കയ്യിൽ മൂൺ സുപ്രീം ധരിപ്പിച്ച ബോൺ ഓർക്കിഡ് ഇപ്പോൾ എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിൽ നിന്നാണ് പ്രകാശം വന്നത്. അത് ഹെൽഫെയർ ആണ് എന്ന് ചക്രവർത്തിക്കും മറ്റ് സീനിയർ ദേവന്മാർക്കും മനസ്സിലാക്കുന്നു. പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഓർക്കിഡിന് മനസ്സിലാകുന്നില്ല. മൂൺ സുപ്രീം ഈ സമയം ഷെങ്ഹാങ്ങിനെയും കൊണ്ട് ദൂരെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തെത്തിയിരുന്നു. നീ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് ഷെങ്ഹാൻ ചോദിച്ചപ്പോൾ
അവളുടെ ആർബിറ്റർ ഹാൾ നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നവൻ പറയുന്നു. ഷങ്ഹാങ് അവനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. രണ്ടുപേരും തമ്മിൽ അതിഭയങ്കരമായ പോരാട്ടം തന്നെ നടക്കുന്നു. ഓർക്കിഡിന് ചുറ്റും ഹെൽഫയർ കൂടി കണ്ടതോടെ അവൾ ശരിക്കും മൂൺ ട്രൈബിലെ അംഗമാണെന്ന് തന്നെ ദേവന്മാർ ഉറപ്പിക്കുന്നു. മൂൺ സുപ്രീം എവിടെയെന്ന് ചോദിച്ച് അവർ അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ആകെ പേടിച്ചുറച്ച് നിൽക്കുകയായിരുന്നു ഓർക്കിഡ്. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കയ്യിൽ കിടന്ന ബോൺ ഓർക്കിഡ് ഒരു താഴെ എറിയുന്നു. അതോടെ ചക്രവർത്തി അവളെ തന്റെ ശക്തി ഉപയോഗിച്ച് അന്തരീക്ഷത്തിൽ പൊക്കി നിർത്തി അവളുടെ ഇരു കൈകളും ബന്ധിച്ച് മൂൺ സുപ്രീം എവിടെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ദേവന്മാരുടെ കൂട്ടത്തിൽ ഇപ്പോഴേക്കും ഏറ്റവും ശക്തനാണെങ്കിൽ പോലും ഷെങ്ഹാങ്ങിന് മൂൺ സുപ്രീമിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വളരെയധികം പാടുപെടേണ്ടി വരുന്നു. ആ സമയത്ത് എവിടെ നിന്ന് അവിടെ എത്തിയ റോങ്ങും അവൻ്റെ ഒപ്പം നിന്ന് മൂൺ സുപ്രീമിനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ഒന്നും അറിയില്ല എന്ന് ഓർക്കിഡ് പറയുന്തോറും ചക്രവർത്തി അവളെ കൂടുതൽ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. അവളുടെ കഴുത്തിലും അദ്ദേഹം കയർ മുറക്കുന്നു. ആ സമയത്ത് അവരുടെ ശാപം ആക്റ്റീവായി മൂൺ സുപ്രീമിനെ അത് ഫീൽ ചെയ്യുന്നു. ഓർക്കിഡ് അപകടത്തിലാണെന്ന് അവന് മനസ്സിലാകുന്നതിനാൽ തൽക്കാലം അവരെ അവിടെ വിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. പുറകെ പോകാൻ തുടങ്ങിയ ഷെങ്ഹാങ്ങിനെ നീ മരിക്കാൻ പോവുകയാണെന്ന് ചോദിച്ച റോങ് പിടിച്ചു നിർത്തുന്നു. മൂൺ സുപ്രീമിനെ കുറിച്ച് അവൻ എങ്ങനെ അറിഞ്ഞു എന്ന മട്ടിൽ ഷെങ്ഹാങ് അവനെ നോക്കിയപ്പോൾ അതൊക്കെ പിന്നീട് പറയാം. ഇപ്പോൾ ഏറ്റവും അത്യാവശ്യ കാര്യം ചക്രവർത്തിയെ വിവരമറിയിക്കുക എന്നുള്ളതാണ്. നമുക്ക് അവിടേക്ക് പോകാമെന്ന് റോങ് പറഞ്ഞത് അവൻ സമ്മതിക്കുന്നു. ഓർക്കിഡിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് അറിയാൻ സാധിക്കാതിരുന്നതും അവർക്ക് ചുറ്റും മൂൺ സുപ്രീമിന്റെ ഹെൽഫയർ കണ്ടതും എല്ലാം കൂടിയായപ്പോൾ അവൾ മൂൺ സുപ്രീമിലെ സ്പൈ ആണെന്ന് അവർ വിധി എഴുതുന്നു. മൂൺ സുപ്രീം എവിടെയെന്ന് ചോദിച്ചാൽ അവർ വീണ്ടും വീണ്ടും അവളെ ഉപദ്രവിക്കുകയാണ്. ഞാൻ സ്പൈ അല്ല, എനിക്കൊന്നും അറിയില്ല എന്ന് ഓർക്കിഡ് പറയുന്നുണ്ടെങ്കിലും അവർ അത് വിശ്വസിക്കുന്നില്ല. ഓർക്കിഡിനെ കൊല്ലാനായി ചക്രവർത്തി തന്റെ ആയുധം അവൾക്ക് നേരെ എറിയുന്നു. അത് അവളുടെ ശരീരത്തിൽ സ്പർശിക്കുന്നതിന് തൊട്ടു മുമ്പ് ആരോ അത് തടയുന്നുണ്ട്. എന്റെ പെണ്ണിനെ ഉപദ്രവിക്കാൻ ഇവിടെ ആർക്കാണ് ധൈര്യമെന്ന ഒരു അശരീരിയും ഒപ്പം മൂൺ സുപ്രീമിന്റെ മാസ് എൻട്രി നടക്കുന്നു. ഓർക്കിഡിന് പുറകിലെത്തിയ അവൻ അവളെ ചുറ്റിപ്പിടിച്ച് ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. ചക്രവർത്തിയും മറ്റ് ദേവന്മാരും അവനെ ജീവനോടെ മുന്നിൽ കണ്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ്. അവൻ അവളെയും കൊണ്ട് താഴെ ഇറങ്ങിയപ്പോഴേക്കും ഓർക്കിഡ് തളർന്ന് അവന്റെ മടിയിലേക്ക് വീഴുന്നു. അവിടെ കൂടിയിട്ടുള്ള കോടിക്കണക്കിന് ദേവന്മാർ ഒരുമിച്ച് ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ അവന് നേരെ തങ്ങളുടെ ശക്തി പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഓർക്കിഡിനെ സംരക്ഷിക്കാൻ വേണ്ടി അവൻ ഹെൽഫയർ കൊണ്ട് ചുറ്റും ഒരു സീൽ ഉണ്ടാക്കുന്നു. അപ്പോഴേക്കും അവന്റെ മടിയിൽ കിടന്ന് ഓർക്കിഡ് കണ്ണു തുറന്ന് നീയാണോ മൂൺ സുപ്രീം? നീ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞതെന്ന് ചോദിക്കുന്നു. ഞാൻ നിന്നോട് കള്ളം പറഞ്ഞിട്ടില്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ അപ്പോൾ നീ എന്തിനാണ് എന്നെ രക്ഷിച്ചത് എന്ന് അവൾ ചോദിക്കുന്നു. നിന്റെ ജീവൻ എന്റേതാണ് എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ. ഞാൻ ഉള്ളപ്പോൾ നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ ഊരിക്കളഞ്ഞ ബോൺ ഓർക്കിഡ് താഴെ നിന്നെടുത്ത് അവൻ വീണ്ടും അവളുടെ കയ്യിലിട്ട് കൊടുക്കുന്നു. ഓർക്കിഡിന്റെ കണ്ണപ്പോൾ നിറഞ്ഞൊഴുക്കുന്നുണ്ട്. അവളെ സുരക്ഷിതമാക്കി കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് ദേവന്മാർക്ക് നേരെ തിരിയുന്നു. അവന്റെ വരവ് കണ്ടപ്പോഴേ അവരെല്ലാവരും പേടിക്കുന്നുണ്ട്. അവൻ തന്റെ ഹെൽഫയർ ഉപയോഗിച്ച് അവർക്ക് നേരെ ആക്രമണം തുടങ്ങുന്നു. അവിടെ ഉണ്ടായിരുന്ന കോടിക്കണക്കിന് ദേവന്മാരെ നേരിടാൻ അവൻ ഒറ്റയ്ക്ക് തന്നെ ധാരാളമായിരുന്നു. എല്ലാവരും അവന്റെ ഹെൽഫയറിന്റെ ചൂട് സഹിക്കുക വയ്യാതെ നിലവിളിക്കാൻ തുടങ്ങുന്നു. ദേവന്മാരുടെ നിലവിളി കേട്ട് ഓർക്കിഡ് അവനോട് മതിയാക്കാൻ പറഞ്ഞപ്പോൾ അവൻ തിരിഞ്ഞ് അവളെ നോക്കിയിട്ട് ആക്രമണം അവസാനിപ്പിക്കുന്നു. അപ്പോഴേക്കും ഓർക്കിഡിന് ബോധം നഷ്ടപ്പെട്ടിരുന്നു. അവൻ ചെന്ന് അവളെ കോരിയെടുത്ത് മുന്നോട്ട് നിൽക്കുന്ന കൂട്ടത്തിൽ എന്നെ ആരെങ്കിലും തടയാൻ ശ്രമിച്ചാൽ ഇവിടുത്തെ സർവ്വത്തും നശിപ്പിച്ച് ഞാൻ എല്ലാവരെയും കൊല്ലും. 30,000 വർഷം സീലിനുള്ളിൽ അടച്ചിട്ടതിന്റെ നാണക്കേട് തീർക്കാൻ ഞാൻ ഉറപ്പായും പ്രതികാരം ചെയ്യുമെന്നും പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോയത്. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ അവനെതിരെ വന്ന ഷെങ്ഹാങ് അവനെ തടയാൻ ശ്രമിക്കുന്നു. അവൻ ഓർക്കിഡിനെ അടുത്തുള്ള ഒരു തൂണിൽ ചാരി ഇരുത്തിയിട്ട് ഷെങ്ഹാങ്ങിന് നേരെ തിരിയുന്നു. എനിക്കിന്ന് നിന്നെ കൊല്ലാൻ ആഗ്രഹമില്ല, അതുകൊണ്ട് എന്നെ തടയാതെ ഇരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നവൻ പറഞ്ഞു നോക്കിയെങ്കിലും ഓർക്കിഡിനെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഷെങ്ഹാങ്ങിനെ ആക്രമിക്കുന്നു. രണ്ടുപേരും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുന്നു. അധിക സമയം പിടിച്ചു നിൽക്കാൻ ഷെങ്ഹാങ്ങിന് കഴിയുന്നില്ല. ദൂരേക്ക് തെറിച്ചു വീണ അവനെ മൂൺ സുപ്രീം വീണ്ടും ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഓർക്കിഡ് അവന്റെ കാലിൽ പിടിച്ചുകൊണ്ട് ഉപദ്രവിക്കരുത് എന്ന രീതിയിൽ നോക്കുന്നുണ്ട്. വഴിമാറാൻ അവൻ പിന്നെയും പറഞ്ഞെങ്കിലും ഷെങ്ഹാങ് തയ്യാറാകുന്നില്ല. അവസാനം ദേവലോകത്തെ വളരെ പ്രധാനപ്പെട്ട നദിയായ ലിയെ താങ്ങി നിർത്തിയിരുന്ന ടവർ അവൻ തറക്കുന്നു. അതോടെ വെള്ളം നിയന്ത്രണം വിട്ട് പൊട്ടി ഒഴുകാൻ തുടങ്ങുന്നു. മൂൺ സുപ്രീം ഓർക്കിഡിനെയും എടുത്തുകൊണ്ട് മുന്നോട്ട് ചെന്നിട്ട് നീ ഇവളെ രക്ഷിക്കുമോ അതോ നിന്റെ ദേവലോകത്തെ രക്ഷിക്കുമോ എന്ന് ഷെങ്ഹാങ്ങിനോട് ചോദിച്ചിട്ട് മുന്നോട്ട് പോകുന്നു. ഷെങ്ഹാങ് പുറകെ പോകാൻ തുടങ്ങിയെങ്കിലും അപ്പോഴേക്കും അവന്റെ ജോലിക്കാരൻ അവിടെ എത്തി എത്രയും പെട്ടെന്ന് വെള്ളം തടയാൻ ശ്രമിച്ചില്ലെങ്കിൽ ദേവലോകം മുഴുവനായി നശിക്കും എന്ന് പറഞ്ഞ് അവനെ പിന്തിരിപ്പിക്കുന്നു. മൂൺ സുപ്രീം ഓർക്കിഡിനെ കൊണ്ട് പോകുന്നത് അവന് നിസ്സഹായത്തോടെ നോക്കി നിൽക്കേണ്ടി വരുന്നു. മെമ്മറിലെസ് നദിയിലൂടെയാണ് അവർ മൂൺ സുപ്രീമിന്റെ സാമ്രാജ്യത്തിലേക്ക് പോകുന്നത്. ഷെങ്ഷയും ഒപ്പമുണ്ട്. ഓർക്കിഡിന് ഇതുവരെയും ബോധം വീണിട്ടില്ല. ദേവലോക ചക്രവർത്തിയുടെ ചാട്ടവറടി അവളിൽ വിഷബാധ ഉണ്ടാക്കിയിരിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല മെമ്മറിലെസ് നദിയിലെ അസഹനീയമായ തണുപ്പും അവളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാകാം എന്ന് ഷെങ്ഷ അറിയിക്കുന്നു. അങ്ങയുടെ ഹെൽഫെയറിന് ചിലപ്പോൾ ഓർക്കിഡിനെ വേഗം ഉണർത്താൻ കഴിഞ്ഞേക്കും എന്നും അവൻ പറയുന്നുണ്ട്. തൻ്റെ സാമ്രാജ്യത്തിലെ ഇപ്പോഴത്തെ വിവരങ്ങൾ അറിഞ്ഞു വരാൻ ഷെങ്ഷയെ പറഞ്ഞേൽപ്പിച്ചിട്ട് അവൻ ഓർക്കിഡിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾക്ക് ചൂട് നൽകുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ കണ്ണുറക്കുന്നു. മുന്നിൽ അവനെ കണ്ടപ്പോൾ അവൾ ചാടി എഴുന്നിട്ട് മാറിയിരിക്കുന്നു. നിനക്കെൻ്റെ പേടിയാണെന്ന് അവൻ ചോദിച്ചപ്പോൾ ആദ്യം ആണെന്നും പിന്നെ അല്ലെന്നും അവൾ തലകുലുക്കുന്നു. പിന്നീടാണ് അവൾ പരിസരം നോക്കിയത്. മൂൺ ട്രൈബിലേക്കുള്ള വഴിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവളുടെ ബോധം വീണ്ടും പോകുന്നു. എന്തു പറ്റിയെന്നറിയാൻ അവൻ മുഖമടിപ്പിച്ചപ്പോഴേക്കും അവൾ ചാടി എഴുന്നേൽക്കുന്നതിനാൽ അവൻ്റെ നെറ്റിയിൽ ഇടിക്കുന്നുണ്ട്. ഓർക്കിഡ് വശത്തേക്ക് മാറിയിരുന്ന് അത്രയും നാൾ അവൻ ആരാണെന്ന് അറിയാതെ പലതും പറഞ്ഞ് കളിയാക്കിയതിനും
അവനെ കൊണ്ട് വീട്ടുജോലികൾ ചെയ്യിപ്പിച്ചതിനും ആരൊക്കെ പറഞ്ഞു കേട്ടത് വെച്ച് മോൺ സുപ്രീം വൃത്തിയില്ലാത്തവനാണെന്ന് പറഞ്ഞതിനുമൊക്കെ ക്ഷമ ചോദിക്കുന്നു. അതിനുശേഷം അവൾ നൈസായി അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. നീ ഇനി എങ്ങോട്ടേക്ക് പോകാനാണ്? ദേവലോകത്ത് ആരെങ്കിലും നിന്നെ കണ്ടാൽ അപ്പോൾ തന്നെ കൊന്നുകളയും. നീ ഇപ്പോൾ അവിടെ ഒരു ട്രൈറ്ററാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ നിൽക്കുന്നു. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, അവരെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അവൾ വീണ്ടും പോകാനൊരുങ്ങിയപ്പോൾ അവൻ അവളെ ബലമായി പിടിച്ച് ബോട്ടിനുള്ളിൽ ഇരുത്തുന്നു. ഞാൻ വഞ്ചകയല്ല, എനിക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് ഓർക്കിഡ് അവിടെ ഇരുന്ന് ഉറക്കെ കരയാൻ തുടങ്ങുന്നു. അവൻ്റെ കണ്ണുകളും അപ്പോൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങുന്നു. അതവൾ കാണാതിരിക്കാൻ അവൻ കുറച്ച് മുന്നിലേക്ക് നീങ്ങി നിൽക്കുന്നുണ്ട്. അവർ കരയിലെത്തിയപ്പോഴേക്കും മൂൺ ഡ്രൈവിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ തിരക്കിയറിഞ്ഞ് ഷെങ്ഷെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മൂൺ ഡ്രൈവിലെ ഇപ്പോഴത്തെ രാജാവായ മൂൺ സുപ്രീമിന്റെ അനിയൻ സുങ്ഫങ്ങിനെ അംഗീകരിക്കാതെ തെക്കും വടക്കുമുള്ള 2 രാജ്യങ്ങളിലെ രാജാക്കന്മാർ അവനെതിരെ ഇപ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സുങ്ഫങ്ങിൻ പരാജയത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. ഇന്ന് രാത്രി കൂടി പോലും പിടിച്ചു നിൽക്കാൻ സാധ്യതയില്ല എന്നും ഷെങ്ഷെ അവനെ അറിയിക്കുന്നു. അവർ സംസാരിച്ച് നിൽക്കുന്ന ഗ്യാപ്പിൽ ഓർക്കിഡ് സ്ഥലം വിടാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുന്നു. അവർ വന്ന ബോട്ട് അവൻ നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നുണ്ട്. രക്ഷയില്ലെന്ന് കണ്ട ഓർക്കിഡ് അനുസരണയോടെ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് അവൻ ഷെങ്ഷയ്ക്ക് നിർദ്ദേശം നൽകുന്നു. അതോടെ ഷെങ്ഷെ തൻ്റെ ഡ്രാഗൺ രൂപത്തിലേക്ക് മാറുന്നു. അത്ര നേരം അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളിന്റെ രൂപമാറ്റം കണ്ട് ആകെ പേടിച്ചു പറച്ച് നിൽക്കുകയാണ് ഓർക്കിഡ്. നിന്റെ ദേവലോകത്തുള്ളവർ വിചാരിക്കുന്ന പോലെ അത്ര നിസാരക്കാരനല്ല ഞാൻ, ശരിക്കും കണ്ണു തുറന്ന് കണ്ടോ എന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് അതിൻ്റെ മുകളിൽ കയറുന്നു. അമ്യൂസ്മെന്റ് പാർക്കിലെ റൈഡറിൽ കയറിയതുപോലെ ഓർക്കിഡ് പേടിച്ച് നിലവിളിക്കുകയാണ്. ഇടയ്ക്ക് അവൻ്റെ മടിയിലേക്ക് വീഴുന്നുമുണ്ട്. പിന്നീട് അവൾ പതുക്കെ നിവർന്നിരുന്ന് യാത്ര ആസ്വദിക്കാൻ തുടങ്ങുന്നു. അവൻ കുറച്ച് അത്ഭുതത്തോടെയാണ് അത് കണ്ടിരുന്നത്. പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന മൂൺ ട്രൈബിലെ അംഗങ്ങൾ ആകാശം ഇരുണ്ടു മൂടുന്നതും ഒപ്പം ഡ്രാഗൺ അവിടെ എത്തിയതും കണ്ടപ്പോൾ തന്നെ മൂൺ സുപ്രീമിന്റെ തിരിച്ചുവരവാണെന്ന് മനസ്സിലാക്കി ആയുധങ്ങളെല്ലാം താഴെയിട്ട് തങ്ങളുടെ ബഹുമാനം കാണിക്കാനായി മുട്ടുകുത്തിയിരിക്കുന്നുണ്ട്. പക്ഷേ മൂൺ സുപ്രീമിന്റെ അനിയനായ സെൻഫെങ് പകയോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ചെയ്തത്. എൻ്റെ പുറകെ വരാൻ ഓർക്കിഡിനോട് പറഞ്ഞ മൂൺ സുപ്രീം അവർ കരിയിലേക്ക് നടക്കുന്നു. പുറകെ തന്നെ മനുഷ്യരൂപത്തിലേക്ക് മാറിയ ഷെങ്ഷയും എത്തുന്നുണ്ട്. അവൻ പോകുന്നത് ഓർക്കിഡ് കുറച്ച് അമ്പരപ്പോടെയാണ് നോക്കി നിന്നത്. അവരുടെ പുറകെ അവളും ചെല്ലുന്നു. പേടിയോടെയും ബഹുമാനത്തോടെയും തല കുമ്പിട്ടിരിക്കുന്ന അസുരന്മാർക്കിടയിലൂടെ അവർ സെൻഫങ്ങിന്റെയും മറ്റ് രാജാക്കന്മാരുടെയും അടുത്തെത്തുന്നു. 2 രാജാക്കന്മാരും ബഹുമാനം അപ്പോഴും അറിയിച്ചുകൊണ്ട് മൂൺ സുപ്രീമിന്റെ കയ്യിൽ തൊട്ട് വണങ്ങുന്നു. പക്ഷെ സെൻഫങ് അപ്പോഴും പകയോടെ നോക്കി നിൽക്കുകയാണ്. മൂൺ സുപ്രീമിനെ പേടിയുള്ളത് കൊണ്ട് അവസാനം മുട്ടുകുത്തിയിരുന്ന അവൻ മനസ്സിലാമനസോടെ ബഹുമാനം കാണിക്കുന്നു. മൂൺ സുപ്രീം എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ കുറച്ച് ഉയരമുള്ള ഒരു ഭാഗത്തേക്ക് കയറി നിന്നിട്ട് ഞാൻ മടങ്ങി വന്നിരിക്കുന്നു എന്നറിയിക്കുന്നു. എല്ലാവരും തല കുമ്പിട്ടിരുന്നുകൊണ്ട് അവന് ജൈവിളികൾ മുഴക്കുന്നു. ഓർക്കിഡും അത് കണ്ട് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ദേവലോകത്ത് ഈ സമയം മൂൺ സുപ്രീമിന്റെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ് 10 ദിവസത്തോളം കഴിഞ്ഞിട്ടും ഇതുവരെ മൂൺ ട്രൈബിലേക്ക് മടങ്ങിപ്പോകാതിരുന്നതും ഒട്ടും പ്രാധാന്യമില്ലാത്ത ഒരു ദേവതയെ ഇപ്പോൾ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നതൊക്കെ വെറുതെ ആയിരിക്കാൻ സാധ്യതയില്ല. അതിനു പിന്നിൽ എന്തെങ്കിലും കാരണം കാണുമെന്ന് ഡാലിയന്റെ അച്ഛൻ അഭിപ്രായപ്പെടുന്നു. എത്രയും പെട്ടെന്ന് മൂൺ ട്രൈബിലേക്ക് പോയി മൂൺ സുപ്രീമിനെ കൊല്ലാൻ അനുവാദം നൽകണമെന്ന് ഷെങ്ഹാങ് ചക്രവർത്തിയോട് ആവശ്യപ്പെടുന്നു. ഓർക്കിഡിനെ രക്ഷിക്കാനാണ് അവൻ ധൃതി പിടിക്കുന്നതെന്ന് ചക്രവർത്തിക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ നിർദ്ദേശിക്കുന്നവരെ ആരും മൂൺ സുപ്രീമുമായി യുദ്ധം ചെയ്യാൻ പോകരുത് എന്ന് അദ്ദേഹം കർശന നിർദ്ദേശം നൽകുന്നു. മൂൺ സുപ്രീമിന്റെ കൊട്ടാരത്തിലെത്തിയ ഓർക്കിഡിനെ മുറി കാണിച്ചു കൊടുക്കാനായി കൊണ്ടുപോയത് ഷെങ്ഷയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഓർക്കിഡ് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ പേര് കേട്ട് മുമ്പ് മൂൺ സുപ്രീം പറഞ്ഞതുപോലെ ദേവതമാരെ പൊരിച്ചെടുക്കുന്ന സ്ഥലമാണത് എന്നാണ് അവൾ കരുതിയത്. നിങ്ങൾ ഇത്രയ്ക്ക് ദുഷ്ടന്മാരാവാൻ പാടില്ല. എന്തൊക്കെയായാലും എൻ്റെ സഹായം കൊണ്ടാണ് നിങ്ങളുടെ മൂൺ സുപ്രീം ഹാബോദിയൻ ടവറിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് പറയുന്നു. അങ്ങനെയുള്ള എന്നെ പൊരിച്ചു തിന്നുന്നത് ശരിയല്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ബെഡ്റൂമിന്റെ പേരാണ് പറഞ്ഞതെന്ന് അവൻ പറഞ്ഞപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. അവളെ അവിടെ ആക്കിയ ശേഷം ഷെങ്ഷെ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മൂൺ സുപ്രീമിന്റെ അടുത്ത് നിന്ന് വിവരം അറിയിക്കുന്നു. ഓർക്കിഡിനെ പരിശോധിക്കാനുള്ള ഡോക്ടർമാരെയും അയച്ചു കഴിഞ്ഞെന്നും അവൻ അറിയിക്കുന്നു. വിലൻ വംശക്കാരുടെ ബുക്ക് വിശദമായി പരിശോധിച്ചപ്പോൾ ഹേർട്ട് കോഴ്സ് എന്ന ശാപം മാറ്റാൻ വളരെ പുരാതനമായ ഷെങ്ങിങ് എന്ന വാൾ കൊണ്ട് 2-ൽ-1 കൊന്നാൽ മതിയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് മൂൺ സുപ്രീം ഷെങ്ഷയോട് പറയുന്നു. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന ആ വാൾ മുമ്പത്തെ മഹായുദ്ധത്തിൽ പല കഷ്ണങ്ങളായി ചിതറിപ്പോയതാണ്. ആ പുസ്തകം അതിനു മുമ്പ് എഴുതപ്പെട്ടതായിരിക്കാനാണ് സാധ്യത എന്നും അവൻ പറയുന്നു. അങ്ങനെ കഷ്ണങ്ങളായി ചിതറിപ്പോയെങ്കിലും അതെല്ലാം കണ്ടെത്തിയാൽ വീണ്ടും പഴയതുപോലെ ആക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ തന്നെ അത് അന്വേഷിച്ച് പുറപ്പെടാമെന്ന് ഷെങ്ഷ പറയുന്നുണ്ട്. ഈ സമയം ഓർക്കിഡിനെ ശുശ്രൂഷിക്കാനെത്തിയ മെഡിക്കൽ ടീം മൊത്തത്തിൽ അവളെ പിച്ചു പറിക്കുകയായിരുന്നു. ദേവതമാരെ കുറിച്ച് നമ്മൾ ബുക്കിൽ വായിച്ചറിഞ്ഞതുപോലെ സൗന്ദര്യമൊന്നും ഇവൾക്കില്ലല്ലോ. എന്തിനായിരിക്കും മൂൺ സുപ്രീം ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്? അദ്ദേഹത്തിന് ഇവളെ ഇഷ്ടമായിരിക്കുമോ? അതുകൊണ്ടായിരിക്കുമോ സുഖപ്പെടുത്താൻ നമ്മളോട് പറഞ്ഞത് എന്നൊക്കെ പല സംശയങ്ങളും അവർ തമ്മിൽ ചോദിക്കുന്നുണ്ട്. അത് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മൂൺ സുപ്രീം അവിടേക്ക് വന്നത്. അവരെ പുറത്തേക്ക് പറഞ്ഞയച്ചിട്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഓർക്കിഡ് അവനെ കണ്ടതും പുതപ്പ് തലവഴിയിട്ട് ഒളിച്ചിരിക്കുന്നു. മുമ്പ് നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നോട് പെരുമാറിയിരുന്നത്. ഇപ്പോൾ നിനക്കെന്നെ പേടിയാണോ? നീ പഴയതുപോലെ തന്നെ എന്നോട് പെരുമാറണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നവൻ അവളുടെ അടുത്തിരി പറയുന്നു. എനിക്കിനി അങ്ങനെ പെരുമാറാൻ കഴിയില്ല എന്ന് അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ ഓർക്കിഡ് മറുപടി നൽകിയപ്പോൾ അവൻ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ഓർക്കിഡ് പുതപ്പ് വലിച്ചു മാറ്റി ചാടി എഴുന്നേറ്റ് നീ എന്നെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നു എന്ന് കരുതി ഞാൻ നിന്നെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണ്ട. എൻ്റെ മനസ്സിൽ ഷെങ്ഹാങ്ങിന് മാത്രമേ സ്ഥാനമുള്ളൂ എന്ന് പറയുന്നു.
അവനെക്കുറിച്ച് പറയുന്നത് നിനക്ക് ഇതുവരെ നിർത്താറായില്ലേ? എന്തായാലും എനിക്ക് നിന്നോട് ഇഷ്ടവുമില്ല എന്നവൻ പറയുന്നു. എങ്കിൽ പിന്നെ ഞാൻ മടങ്ങിപ്പോയിക്കോട്ടെ എന്ന് അവൾ ചോദിച്ചപ്പോൾ അവൻ അടുത്തേക്ക് ചെന്ന്, നീ എങ്ങോട്ട് പോകാനാണ്? നീ ഇപ്പോൾ അവിടെ എന്നെ സഹായിച്ച സ്പൈ ആണ്. അവരാരും നിന്നെ ഇനി അവിടേക്ക് സ്വീകരിക്കുകയില്ല എന്ന് പറയുന്നു. നീ എന്നോട് കള്ളം പറഞ്ഞത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചതെന്ന് അവൾ പറഞ്ഞപ്പോൾ, ഞാൻ നിന്നോട് കള്ളം പറഞ്ഞിട്ടില്ല. നിനക്ക് ബുദ്ധിയില്ലാതെ പോയതിന് ഞാനെന്ത് ചെയ്യാനാണ്? ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന്റെ ചീത്തപ്പേര് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി മുതൽ ഇവിടെ എന്നോടൊപ്പമാണ് നീ കഴിയാൻ പോകുന്നതെന്ന് അവൻ അവളുടെ കഴുത്തിന് പിടിച്ചു മുഖം അടുപ്പിച്ചുകൊണ്ട് പറയുന്നു. ചിടിദേവതയുടെ ഡെസ്റ്റിനി ബുക്ക് അവളുടെ മുടിയിൽ കൊരുത്ത് വെച്ചിട്ട്, ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ നിനക്ക് ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നവൻ പറയുന്നു. നീ ഇത് ഇതുവരെ വിട്ടില്ലേ? ഒരു സാധാരണ മനുഷ്യന്റെ ഡെസ്റ്റിനി ബുക്ക് മൂൺ സുപ്രീമായി നിനക്കെന്തിനാണ് എന്നൊക്കെ ഓർക്കിഡ് ചോദിച്ചപ്പോൾ, കൂടുതലൊന്നും ചോദിക്കണ്ട, പറയുന്ന അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ദുഷ്ടന്മാരെ സഹായിക്കാൻ വേണ്ടി ഒരിക്കലും ഞാനിത് ശരിയാക്കിയില്ല എന്ന് ഓർക്കിഡ് അവൻ പോയി കഴിഞ്ഞപ്പോൾ സ്വയം പറയുന്നുണ്ട്. അടുത്ത ദിവസം മൂൺ സുപ്രീമിന്റെ അനിയൻ അവിടുത്തെ രാജാവിന്റെ കൈവശം സൂക്ഷിക്കേണ്ട പരമ്പരാഗതമായ ഒരു മോതിരം മൂൺ സുപ്രീമിനെ തിരികെ നൽകാൻ എത്തുന്നു. ഷെങ്ഷെ അത് വാങ്ങി നൽകാൻ തുടങ്ങിയപ്പോൾ അവൻ നേരിട്ട് തന്നാൽ മതിയെന്ന് മൂൺ സുപ്രീം പറയുന്നു. മൂൺ സുപ്രീം അച്ഛനെ കൊന്നതുകൊണ്ട് സെങ്ഫെങ്ങിന് അവനോട് തീർത്താൽ തീരാത്ത പകയാണ്. ഒരവസരം കിട്ടിയാൽ അവൻ തീർച്ചയായും മൂൺ സുപ്രീമിനെ കൊല്ലാൻ ശ്രമിക്കും. അത് അവനും അറിയാം. അതുകൊണ്ടാണ് അവനോട് തന്നെ അത് തരാൻ ആവശ്യപ്പെട്ടത്. അവൻ പക്ഷെ അതിന് തയ്യാറാകുന്നില്ല. മൂൺ സുപ്രീം അടുത്തേക്ക് ചെന്ന് അവനെ കുറിച്ച് ഭീഷണിപ്പെടുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അവൻ പക്ഷെ അതിൽ നിന്ന് കുലുങ്ങുന്ന സൈസല്ല. മൂൺ സുപ്രീമിന് കൊടുക്കാനെന്നോണം അവൻ കയ്യിരുന്ന അമൂല്യമായ മോതിരം നീട്ടിയെങ്കിലും അവനത് വാങ്ങാൻ തുടങ്ങിയപ്പോൾ താഴെയിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു. ഷെങ്ഷെ ഓടിച്ചെന്ന് എടുത്തിട്ട് സെങ്ഫെങ് ഇങ്ങനെ പെരുമാറുന്നത് കാരണം കൊന്നു കളഞ്ഞാലോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ഇതുവരെ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവനെ കുറെ കാലം കൂടി ജീവിക്കാൻ അനുവദിക്കുന്നതിൽ തെറ്റില്ല. അവൻ വലിയ തെറ്റെന്തെങ്കിലും ചെയ്യുന്നവരെ നമുക്ക് കാത്തിരിക്കാമെന്ന് മൂൺ സുപ്രീം പറയുന്നു. സെങ്ഫെങ് കൊണ്ടുവന്ന പരമ്പരാഗത മോതിരം ഇതിനകം അവൻ കയ്യിലിട്ടിരുന്നു. ഈ മോതിരത്തിന്റെ ശക്തി കൊണ്ട് ശാപം ആക്റ്റീവാണെങ്കിൽ പോലും ഓർക്കിഡിന്റെ ചിന്തകൾ അവനെ ബാധിക്കില്ല. ഡെസ്റ്റിനി ബുക്ക് റിപ്പയർ ചെയ്യാൻ ഓർക്കിഡ് ഇപ്പോഴും സമ്മതിക്കുന്നില്ല. മാത്രമല്ല ഇപ്പോൾ മരുന്ന് കഴിക്കാനും തയ്യാറാകുന്നില്ല എന്ന് ഷെങ്ഷെ അറിയിച്ചപ്പോൾ, മരുന്ന് കഴിച്ചില്ലെങ്കിൽ പിന്നെ അവളുടെ അസുഖം എങ്ങനെ ഭേദമാകും എന്ന് ചോദിച്ച് അവൻ ദേഷ്യപ്പെടുന്നു. അസുഖം കാരണമല്ല അവൾ ആരോഗ്യം വീണ്ടെടുക്കാത്തത്, മറിച്ച് ദേവലോകത്തു നിന്ന് വിട്ടുപോരേണ്ടതിന്റെ വിഷമം കാരണമാണ് എന്ന് ഷെങ്ഷെ അവൻ അറിയിക്കുന്നു. മൂൺ സുപ്രീം കുറച്ച് ആലോചിച്ച ശേഷം ഇവിടുത്തെ മിടുക്കരായ കാർപ്പൻറ്ററെ വിളിച്ചു വരുത്താൻ അവനോട് ആവശ്യപ്പെടുന്നുണ്ട്.